ഗുരുപരമ്പരയെ സ്മരിച്ചുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത 2-ാം അധ്യായം ാമത്തെ ശ്ലോകം. യാവാൻ അർത്ഥ ഉദപാനേ സർവതഃ സംവൃതോദകേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനതഃ. ശാങ്കരഭാഷ്യം. സർവേഷു വേദോക്തേഷു കർമ്മസു യാനി ഉക്താനി അനന്താനി ഫലാനി താനി നാപേക്ഷ്യന്തെ ചേത് കിമർത്ഥം താനി ഈശ്വരായേതി അനുഷ്ഠീയന്തെ ഇതി. ഉച്ചതീശ്വരനും യാവാൻ സർവേഷു വേദോക്തേഷു കർമ്മസ്. ഇവിടെ പറയും വേദത്തിൽ ധാരാളം കർമ്മങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതോ യാനി ഉക്താനി അനന്താനി ഫലാനി, അനന്തഫലങ്ങളെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നു. സ്വർഗാദി ഫലങ്ങളെക്കുറിച്ച് താനിനെ അപേക്ഷിന്തേ ചെയ്യും, അതിനെ സ്വീകരിക്കേണ്ട എന്നാണ് പറയുന്നതെങ്കിൽ ഇവിടെ ഒരു ചോദ്യമാണ്. കിമർത്ഥം താനി ഈശ്വരായ ഇത് അനുഷ്ഠീയന്തേ, അത് ഈശ്വരാർപ്പണമായി, അതെന്തിനനുഷ്ഠിക്കണം, അതുകൊണ്ട് എന്താ പ്രയോജനം? അതായത് ഈ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങളുടെ ഫലത്തെ ഒരാൾക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് ഈശ്വരാർത്ഥം എന്തിനീ കർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കണം? അത് ചോദ്യമാണ്. ഫലത്തോട് ആഗ്രഹമില്ലാതെ ഇത്തരം കർമ്മങ്ങൾ അനുഷ്ഠിക്കണമോ? അപ്പോൾ കർമ്മം എന്ന് പറയുമ്പോൾ അവിടെ വൈദികമായ കർമ്മങ്ങളാണ് മുഖ്യമായി വരുന്നത്. അതുകൊണ്ട് വേദോക്തേഷു കർമ്മസ് എന്ന് പറഞ്ഞു. ആചാര്യസ്വാമിയെ സംബന്ധിച്ച് അതാണ് മുഖ്യം. ഉച്ചതേ ശൃണു യാവാൻ അടുത്ത് പറയുന്നു. യഥാ ലോകേ കൂപതടാകാദി അനേകസ്മിൻ ഉദപാനേ പരിച്ഛിന്നോദകേ യാവാൻ
യാവത് പരിമാണ സ്നാനപാനാദിരർത്ഥ ഫലം പ്രയോജനം സർവോർത്ഥ സർവത സംപ്ലുതോദകി താവാനേവ സമ്പദ്ധ്യതി തത്ര അന്തർഭവതി ഇത്യർത്ഥ. യാവാനർത്ഥ ഉദപാനി എന്നുള്ള ശ്ലോകം വ്യാഖ്യാനിക്കുകയാണ്. യഥാലോകി നമ്മുടെ ഈ ലോകത്തിൽ കൂപതടാകാദി അനേകസ്മിൻ ഉദപാനി, നമ്മൾ സാധാരണ വെള്ളം നമുക്ക് ലഭിക്കുന്ന കിണർ, തടാകം, കുളം തുടങ്ങിയ അനേകസ്മിൻ ഉദപാനി ജലാശയങ്ങളിൽ, ഉദപാനം ജലാശയങ്ങൾ, പരിച്ഛിന്നോദകി ചെറിയ ചെറിയ ജലാശയങ്ങൾ. അപ്പൊ ഇവിടെ കൂപം, തടാകം എന്നെല്ലാം പറയുന്നുണ്ട് ഉദ്ദേശിക്കുന്ന ചെറിയ ചെറിയ ജലാശയങ്ങളിൽ യാവാൻ യാവത് പരിമാണ സ്നാന പാനാതിരർത്ഥ ഫലം പ്രയോജനം. ഈ ചെറിയ കുളങ്ങളെ കൊണ്ട് എന്ത് പ്രയോജനമുണ്ടോ, ചെറിയ ജലാശയങ്ങൾ കൊണ്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടാകുന്നത്? എന്താണ് സ്നാനം, പാനം തുടങ്ങിയ കാര്യങ്ങൾ. അർത്ഥം എന്ന് വെച്ചാൽ പ്രയോജനം, ഫലം. ചെറിയ ജലാശയങ്ങളെ കൊണ്ട് നമുക്ക് ചെറിയ ചെറിയ പ്രയോജനങ്ങൾ ഉണ്ടാകും. ചിലത് കുളിക്കുന്നതിന് ഉപയോഗിക്കാം, ചിലത് കുടിക്കാൻ ഉപയോഗിക്കുന്നു. ഇതെല്ലാം തന്നെ സർവോ അർത്ഥ, ഇതെല്ലാം സർവത സമ്പ്രദോദകേ താവാനേവ സമ്പദ്ധ്യതി. അതിവിശാലമായ ഒരു ജലാശയത്തിൽ ഈ ചെറിയ ചെറിയ ജലാശയങ്ങൾ കൊണ്ട് നമ്മൾ നേടുന്ന കാര്യങ്ങളെല്ലാം സർവത സമ്പ്രദോദകേ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന വലിയൊരു ജലാശയത്തിൽ താവാനേവ സമ്പദ്ധ്യതി എന്നുവെച്ചാൽ തത്ര അന്തർഭവതി, അതിൽ ഇതെല്ലാം അന്തർഭവിച്ചിരിക്കുന്നു. ഇതൊരു ഉപമയായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ചെറിയ ചെറിയ ജലാശയങ്ങളിൽ കൊണ്ട് എന്തെല്ലാം പ്രയോജനങ്ങളുണ്ടോ അതെല്ലാം വലിയൊരു ജലാശയത്തിൽ അന്തർഭവിച്ചിരിക്കുന്നു. അതെല്ലാം ഒന്നിൽ നിന്ന് നേടാം. എന്ന് പറഞ്ഞാൽ തീരെ ചെറുതായി കഴിഞ്ഞാൽ അത് നമുക്ക് ചിലപ്പോൾ കുടിക്കാൻ ഉപകരിച്ചെന്നിരിക്കും, കുളിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരും. അങ്ങനെ അതിനുള്ള പരിമിതികളുണ്ട്. ജലാശയങ്ങളുടെ വലിപ്പ ചെറുപ്പം അനുസരിച്ച് അതിന് പരിമിതികളുണ്ട് അതിന്റെ ഉപയോഗത്തിന്. അതേസമയം എല്ലാ ഉപയോഗങ്ങളും നടക്കും. ജലസേചനം, കൃഷി തുടങ്ങിയ സർവ്വകാര്യങ്ങളും നടക്കുന്നു വലിയൊരു ജലാശയത്തിൽ, എല്ലാം അന്തർഭവിച്ചിരിക്കുന്നു. അപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയ ചെറിയ പ്രയോജനങ്ങൾ, ചെറിയ വിഷയങ്ങളിൽ നിന്ന് നേടുന്ന പ്രയോജനങ്ങൾ വലിയൊരു വിഷയത്തിൽ അതെല്ലാം അന്തർഭവിച്ചിരിക്കുന്നു എന്നുള്ളതിനാണ് ഇവിടെ ഉദാഹരണം പറഞ്ഞിരിക്കുന്നത്. തത്ര അന്തർഭവതി ഇത്യർത്ഥഃ. ഏവം താവാൻ താവത് പരിമാണ ഏവ സമ്പദ്ധ്യതേ സർവേഷു വേദേഷു വേദോക്തേഷു കർമ്മസു യോ അർത്ഥോ യത് കർമ്മഫലം സോ അർത്ഥോ ബ്രാഹ്മണസ്യ സന്യാസിനഃ പരമാർത്ഥതത്വം വിജാനതഃ യോ അർത്ഥഃ യത് വിജ്ഞാനഫലം സർവതഃ സമ്പ്രദോദകസ്ഥാനീയം തസ്മിൻ താവാനേവ സമ്പദ്ധ്യതേ തത്രൈവ അന്തർഭവതി ഇത്യർത്ഥഃ. ഈ ഒരു ഉദാഹരണം, ഈ ഒരു ഉപമ പറഞ്ഞതിന് വേണ്ടിയിട്ട് ചെറിയ ജലാശയങ്ങളെ കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങളെല്ലാം വലിയൊരു ജലാശയത്തിൽ ആ പ്രയോജനമെല്ലാം അതുകൊണ്ട് നേടാം എന്നെന്തുകൊണ്ട് പറഞ്ഞു? അത് പറയുന്നു. ഏവം താവാൻ താവത് പരിമാണ ഏവ സമ്പദ്ധ്യതേ സർവേഷു വേദേഷു വേദോക്തേഷു കർമ്മസു. വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഈ കർമ്മങ്ങൾ, യോ അർത്ഥോ യത് കർമ്മഫലം, അതിലുള്ള ആ കർമ്മങ്ങളിൽ നിന്ന് കിട്ടുന്ന ഫലങ്ങൾ സ്വാർത്ഥം, ആ ഫലം കർമ്മഫലങ്ങളെ എടുത്തു കഴിഞ്ഞാൽ ബ്രാഹ്മണസ്യ സന്യാസിനഃ പരമാർത്ഥതത്വം വിജാനത യോ അർത്ഥഃ. പരമാർത്ഥതത്വം അറിയുന്ന ബ്രാഹ്മണന്, ബ്രാഹ്മണൻ എന്ന് പറയുന്നതിന് ഇവിടെ അർത്ഥം പറഞ്ഞിരിക്കുന്നത് സന്യാസി, ത്യാഗി എന്നുള്ള അർത്ഥത്തിലാണ് സന്യാസി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു സന്യാസി കർമ്മത്യാഗി, ഇവിടെ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരോഹിതൻ എന്നുള്ള അർത്ഥം വരും, കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവന്. അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ബ്രാഹ്മണസ്യ എന്ന് പറയുന്നതിന് അർത്ഥം പറഞ്ഞ് സന്യാസിനഃ എന്നുവെച്ചാൽ കർമ്മത്തെ ത്യജിച്ചിരിക്കുന്ന പരമാർത്ഥ തത്വത്തെ അറിയുന്നവനായ ഒരു ജ്ഞാനി. ആ ജ്ഞാനിയുടെ യോർത്ഥ യത് വിജ്ഞാനഫലം, ആ ജ്ഞാനിയുടെ വിജ്ഞാനഫലം
ജ്ഞാനിയുടെ വിജ്ഞാനത്തിന്റെ ഫലം എന്താണ്? അത് മോക്ഷപ്രാപ്തി. അതിൽ ഈ കർമ്മിയുടെ എല്ലാ ഫലങ്ങളും അതിൽ അന്തർഭവിച്ചിരിക്കുന്നു. അതെന്താണ്? സർവതഃ സമ്പ്ലുതോദക സ്ഥാനീയം. അത് സർവത്ര നിറഞ്ഞിരിക്കുന്നവര് ജലാശയത്തിന് തുല്യമാണ്. തസ്മിൻ താവാനേവ സമ്പദ്യതേ തത്രയോ അന്തർഭവതി. അപ്പൊ യാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്ന അനേക കർമ്മങ്ങളുടെ ഫലം അത് ഓരോന്നോരോന്നായി എടുത്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ജ്ഞാനിയുടെ വിജ്ഞാനഫലമായ മോക്ഷത്തിൽ അന്തർഭവിച്ചിരിക്കുന്നു. അതാണ് പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം. അതിന് പ്രമാണമായി ശ്രുതി, ചാന്തോക്യ ശ്രുതി പറയുന്നു. രൈക്വൻ വണ്ടിക്കാരനായ രൈക്വനെ കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ പറയുന്നത് സർവം തദഭിസമേതി യത് കിഞ്ച പ്രജാഹ സാധു കുർവന്തി യഹ തദ്വേദ യത് സമേതി. സർവം തദഭിസമേതി, എല്ലാം അതിൽ അന്തർഭവിച്ചിരിക്കുന്നു. എന്താണ്? യത് കിഞ്ച പ്രജാഹ സാധു കുർവന്തി. ഈ പ്രജകൾ എന്തെല്ലാം സത്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ അതിന്റെ എല്ലാം ഫലം യഹ തദ്വേദ യത് സമേത. ആ രൈക്വൻ എന്തിനെയാണോ അറിഞ്ഞുപാസിക്കുന്നത് ആ രൈക്വന്റെ ഉപാസനയുടെ ഫലത്തിൽ ഈ ജനങ്ങളുടെ സർവ്വകർമ്മങ്ങളുടെയും ഫലം അന്തർഭവിച്ചിരിക്കുന്നു. രൈക്വൻ ബ്രഹ്മത്തെ ഉപാസിക്കുന്നവനാണ്. രൈക്വന്റെ ബ്രഹ്മോപാസനയുടെ ഫലം അതിൽ, രൈക്വന്റെ അവിജ്ഞാന ഫലത്തിൽ മറ്റ് സർവ പ്രജകളും ചെയ്യുന്ന എല്ലാ കർമ്മഫലങ്ങളും അതിൽ അന്തർഭവിച്ചു പോയി. അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ബാക്കിയുള്ള കർമ്മഫലങ്ങളെല്ലാം വളരെ പരിമിതമാണ്. രൈക്വന്റെ വിജ്ഞാനഫലം അപരിമിതമാണ്. അതാണ് ഇവിടെയും പറഞ്ഞു വരുന്നത്. അപ്പൊ കർമ്മങ്ങളുടെ ഫലം വളരെ തുച്ഛവും അസമയം സന്യാസിയുടെ, ത്യാഗിയായ സന്യാസിയുടെ ജ്ഞാനഫലം അത് അപരിമിതവുമാണ്. അത് മോക്ഷമാണ്. അത് തന്നെ പറയുന്നു സർവം കർമാധീനം ഇതിജ ഭക്ഷ്യതി. അടുത്ത് പറയുന്നുണ്ട് സർവം കർമാധീനം പാർത്ഥ ജ്ഞാനേ പരിസമാപ്തി. ഈ സർവകർമ്മഫലങ്ങളും അവിടെ അതിന് ഉദ്ദേശിക്കുന്നു. ജ്ഞാനഫലത്തിൽ പരിസമാപിക്കുന്നു. എല്ലാ കർമ്മങ്ങളുടെ ഫലവും ജ്ഞാനപ്രാപ്തിക്കും ജ്ഞാനഫലപ്രാപ്തിക്കും വേണ്ടിയാണ്. ഇത് രണ്ടും തമ്മിലിവിടെ ഒന്ന് താരതമ്യപ്പെടുത്തിയിരിക്കുകയാണ്. ഇവിടെ ചോദിച്ചെന്താണ്? ഈ കർമ്മങ്ങൾക്ക് ഫലത്തെ ഒരാൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പിന്നെ അതെന്തിന് ഈശ്വരാർത്ഥമായി അനുഷ്ഠിക്കണം? അതിന് സമാധാനം പറഞ്ഞു. ആ കർമ്മഫലം വളരെ തുച്ഛമാണ്. ഈശ്വരാർത്ഥമായി അനുഷ്ഠിക്കുന്നത് ജ്ഞാനപ്രാപ്തിക്ക് വേണ്ടിയാണ്. ആ ജ്ഞാനഫലവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കർമ്മങ്ങളുടെ ഫലം വളരെ തുച്ഛമാണ്. അതുകൊണ്ട് ആ കർമ്മങ്ങൾ ഫലത്തെ ഉദ്ദേശിക്കാതെ ഈശ്വരാർത്ഥം, ഈശ്വരപ്രസാദത്തിനായി അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞു. തസ്മാത് പ്രാജ്ഞാനനിഷ്ഠാധികാരപ്രാപ്തേ കർമ്മണി അധികൃതേന കൂപതടാകാദ്യർത്ഥസ്ഥാനീയമപി കർമ്മ കർത്തവ്യം. തസ്മാത് അതുകൊണ്ട് പ്രാജ്ഞാനനിഷ്ഠാധികാരപ്രാപ്തി, ഒരുവന് ജ്ഞാനനിഷ്ഠ അധികാരപ്രാപ്തി വരുന്നതിന് മുമ്പ്, ജ്ഞാനനിഷ്ഠയ്ക്കുള്ള അധികാരം ഒരുവന് കരഗതമാകുന്നതിന് മുമ്പ് എന്താണ്? കർമ്മണി അധികൃതേന, അവൻ കർമ്മത്തിനാണ് അധികാരി. അവനെന്ത് ചെയ്യണം? കൂപത്തടാകാദ്യർത്ഥസ്ഥാനീയമപി, ജ്ഞാനഫലത്തെ അപേക്ഷിച്ചത് തുച്ഛമാണ്. കൂപതടാകാദികൾ കൊണ്ടുള്ള പ്രയോജനത്തിന് തുല്യമാണ്. എങ്കിലും കർമ്മകർത്തവ്യം, കർമ്മം അനുഷ്ഠിച്ചു തന്നെ തീരണം. കർമ്മം ചെയ്തേ തീരും എന്ന് പറയുന്ന സിദ്ധാന്തത്തെ ഇവിടെ ഒരു ഉപമയിലൂടെ സമർത്ഥിച്ചിരിക്കുകയാണ്. ഇനി ശ്ലോകത്തിൽ നോക്കുക. ഉദപാനി യാവാൻ അർത്ഥഃ. ചെറിയൊരു ജലാശയം കൊണ്ട് ഒരുവനെന്ത് പ്രയോജനമാണോ കിട്ടുന്നത്, എന്തെല്ലാം പ്രയോജനങ്ങൾ കിട്ടുന്നുണ്ടോ, താവാൻ സർവതഃ സമ്പ്ലുതോദകേ,
ആ എല്ലാ പ്രയോജനങ്ങളും വളരെ വിശാലമായ ഒരു ജലാശയത്തിൽ നിന്ന് കിട്ടുന്നു. ആദ്യ ഉദപാന എന്ന് പറഞ്ഞിരിക്കുന്നത് ചെറിയ ചെറിയ ജലാശയങ്ങൾ ഉദ്ദേശിച്ചിട്ടാണ്. അനേകം ചെറിയ ജലാശയങ്ങളിൽ നിന്ന് ഒരാൾക്ക് കിട്ടുന്ന ഭിന്ന ഭിന്ന പ്രയോജനങ്ങളെല്ലാം വളരെ വിശാലമായ ഒരു ജലാശയത്തിൽ നിന്ന് കിട്ടുന്നു. എന്ന് വെച്ചാൽ അനേക ജലാശയങ്ങൾ കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ജലാശയത്തിന് അയാൾ വെള്ളം കുടിക്കുന്നതിന് വേണ്ടി സമീപിക്കുന്നു, വേറൊന്നിന് അയാൾ കുളിക്കാൻ വേണ്ടി സമീപിക്കുന്നു, വേറൊന്നിന് ജലസേചനത്തിന് വേണ്ടി കൃഷിക്കും മറ്റും വേണ്ടി സമീപിക്കുന്നു. ഇങ്ങനെ പല പല പ്രയോജനങ്ങൾക്ക് വേണ്ടി ചെറിയ ചെറിയ പല ജലാശയങ്ങളെ സമീപിക്കേണ്ടി വരുന്നു. ചെറിയ ചെറിയ കർമ്മങ്ങൾ ഭിന്ന ഭിന്ന ഫലങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു. പശുവിന് വേണ്ടി ഒരു കർമ്മം ചെയ്യുന്നു, പുത്രന് വേണ്ടി മറ്റൊരു കർമ്മം ചെയ്യുന്നു, സ്വർഗത്തിന് വേണ്ടി മറ്റൊരു കർമ്മം ചെയ്യുന്നു. അങ്ങനെ നാനാ ഫലങ്ങൾക്ക് വേണ്ടി വിഭിന്ന കർമ്മങ്ങൾ ചെയ്യുന്നു. നാനാ പ്രയോജനങ്ങൾക്ക് വേണ്ടി വിഭിന്ന ജലാശയങ്ങളെ സമീപിക്കുന്നു, ചെറിയ ചെറിയ ജലാശയങ്ങൾ. ഇതെല്ലാം വളരെ ഈ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് പര്യാപ്തമായ ഒരു ജലാശയം കൊണ്ട് സാധിക്കാം. അത് വളരെ വിശാലമാണെങ്കിൽ അത് തന്നെ കുടിക്കാൻ ഉപയോഗിക്കാം, കുളിക്കാൻ ഉപയോഗിക്കാം, ജലസേചനത്തിന് ഉപയോഗിക്കാൻ അതുകൊണ്ട് സാധിക്കും. അതുപോലെ വിജാനതഃ ബ്രാഹ്മണസ്യ, ജ്ഞാനിയായ ബ്രാഹ്മണസ്യ, ബ്രാഹ്മണന് സന്യാസി എന്നർത്ഥം. ഒരു സന്യാസിക്ക് ത്യാഗിക്ക് എന്ന് വെച്ചാൽ അവിടെ സന്യാസി എന്ന് ഭാഷകാരൻ അർത്ഥം പറയാൻ കാരണം കർമ്മത്തെ ത്യജിച്ച് ജ്ഞാനനിഷ്ഠയിലിരിക്കുന്നവൻ എന്നുള്ള അർത്ഥം. അതാണ് ബ്രാഹ്മണസ്യ എന്ന് പറയുന്നതിന് പുരോഹിതനല്ല. സർവേഷു വേദേഷു താവാൻ, സർവവേദങ്ങളിലും യും പ്രയോജനം അന്തർഭവിച്ചിരിക്കുന്നു. വിജാനതഃ ബ്രാഹ്മണസ്യ, ജ്ഞാനിയായ ഒരു സന്യാസിയിൽ സർവേഷു വേദേഷു താവാൻ, സർവവേദങ്ങളിലും പറഞ്ഞിരിക്കുന്ന, വേദം എന്ന് പറയുന്ന അവിടെ ഉദ്ദേശിക്കുന്ന കർമ്മകാണ്ഡത്തെയാണ്. ആ കർമ്മകാണ്ഡങ്ങളിൽ പറയുന്ന കർമ്മഫലങ്ങളെല്ലാം അന്തർഭവിച്ചിരിക്കുന്നു. അപ്പോൾ രണ്ട് കാര്യങ്ങൾ പറയുന്നു. ത്യാഗിയായ ജ്ഞാനിയായ സന്യാസിക്ക് പിന്നെ ഈ കർമ്മങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നില്ല. അതിനു മുമ്പ് കർമ്മങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നു. അപ്പോൾ ജ്ഞാനാധികാരത്തിന്റെയും കർമാധികാരത്തിന്റെയും പ്രത്യേകത ഇവിടെ കാണിച്ചിരിക്കുകയാണ്. യാവാൻ അർത്ഥ ഉദപാനേ സർവതഃ സംപ്ലുതോദകേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനതഃ. കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കഥാചന മാ കർമ്മഫലഹേതുർഭൂ മാ തേ സംഗോസ്ത്വകർമ്മണി. സംഗ്രഭാഷ്യം. തവച കർമ്മണി, നിനക്കാണെങ്കിലോ, നേരത്തെ പറഞ്ഞത് ജ്ഞാനിയായ ത്യാഗിയായ സന്യാസിയുടെ കാര്യമാണ് പറഞ്ഞത്. അവർക്ക് ഈ കർമ്മങ്ങളെയൊന്നും ആശ്രയിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. നിനക്കാണെങ്കിലോ, ഭാഷ്യകാരൻ പറയുന്നു, കർമ്മണ്യേവ അധികാരഃ ന ജ്ഞാനനിഷ്ഠായ തേ തവ. തേ എന്ന് പറഞ്ഞാൽ തവ കർമ്മണ്യേവ അധികാരഃ, കർമ്മത്തിൽ ഏവ എന്ന് പറഞ്ഞാൽ മാത്രമാണ്, കർമ്മത്തിൽ തന്നെയാണ് നിനക്ക് അധികാരം. അത് ഏവ ശബ്ദം എന്തിന് ഇവിടെ പ്രയോഗിച്ചു? വിവച്ഛേദിക്കുന്നതിന്, മറ്റുള്ളതിൽ നിന്നതിന് വേർതിരിച്ച് കാണിക്കുന്നതിന്. അപ്പോൾ ഏവ എന്ന് പറയുമ്പോൾ മറ്റെന്തിലോ അധികാരമില്ലെന്ന് വരുന്നു. ഏതിന്? ജ്ഞാനനിഷ്ഠായ, ജ്ഞാനനിഷ്ഠയിൽ നിനക്ക് അധികാരമില്ല. ഇവിടെ ജ്ഞാനനിഷ്ഠയെന്ന് പറയുമ്പോൾ ഇവിടെ ഭാഷ്യകാരൻ ഉദ്ദേശിക്കുന്നത് കർമ്മത്യാഗപൂർവകമായ ജ്ഞാനനിഷ്ഠ, അതിൽ നിനക്ക് അധികാരമില്ല എന്നാണ്. ഇവിടെ അർജുനൻ എന്റെ കർമ്മത്യാഗത്തെ ശരിയല്ല എന്ന് ബോധിപ്പിക്കുകയാണ് ഇവിടെ പറയുന്നത്. കർമ്മത്തിലാണ് നിനക്ക് അധികാരം എന്ന് പറയുന്നുണ്ട്.
ഇവിടെ അധികാരം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? യോഗ്യത, അതാണ് അധികാരം. കർമ്മം അനുഷ്ഠിക്കുന്നതിനാണ് നിനക്കിപ്പോൾ യോഗ്യതയുള്ളത് എന്നാണ്. അധികാരം എന്ന് പറഞ്ഞാൽ യോഗ്യത എന്നാണ്. എന്താണ് ഇവിടുത്തെ യോഗ്യത എന്ന് പറയുന്നത്? വർണ്ണധർമ്മം അനുസരിച്ച് പറയുകയാണെങ്കിൽ ക്ഷത്രിയനാണ്. ക്ഷത്രിയന്റെ ധർമ്മം സ്വധർമ്മം, അത് യുദ്ധമാണ്. അത് പ്രാപ്തമായിരിക്കുന്നു. നിനക്കത് ചെയ്യുന്നതിനെ യോഗ്യതയുള്ളൂ. മറിച്ച് കർമ്മത്യാഗപൂർവമായ സന്യാസത്തിന് ജ്ഞാനനിഷ്ഠയ്ക്ക് നീ അധികാരിയല്ല. ഗുണങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പറയുകയാണെങ്കിലോ രജോ ഗുണമാണ്. രജോ ഗുണപ്രധാനിയാണ്. സത്വഗുണം ഇല്ല എന്നതിനർത്ഥമില്ല, പക്ഷെ രജോ ഗുണപ്രധാനിയാണ്. രജോ ഗുണപ്രധാനിയായിരിക്കുന്ന ഒരുവന് അധികാരം കർമ്മത്തിൽ തന്നെയാണ്. യോഗ്യത അതിലാണ്. അത് ജ്ഞാനനിഷ്ഠയിലല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. എന്താണ്? തത്രജ കർമ്മകുർവതോ അടുത്ത് പറയുന്നു. മാ ഫലേഷു അധികാരു അസ്തു മാ ഫലേഷു കഥാചന. കർമ്മം അനുഷ്ഠിക്കുന്നതിനാണ് യോഗ്യത എന്ന് പറയുമ്പോൾ അവിടെ പറയുന്നു കർമ്മ കുർവതോ മാ ഫലേഷു അധികാരോ അസ്തു. ഫലത്തിൽ നിനക്ക് അധികാരമില്ല എന്നാണ്. അധികാരം, യോഗ്യത, ഒരുവൻ യോഗ്യത ഉണ്ടാകുന്നതിന് കാരണമായിരിക്കുന്നത് സ്വാതന്ത്ര്യമാണ്. അതായത് കർമ്മം അനുഷ്ഠിക്കുന്ന ഒരുവന് ആ കർമ്മത്തിൽ സ്വാതന്ത്ര്യമുണ്ട്, ഫലത്തിൽ ആ സ്വാതന്ത്ര്യമില്ല എന്നാണ്. അധികാരം എന്ന് പറഞ്ഞാൽ യോഗ്യത. ആ യോഗ്യതയ്ക്ക് കാരണമായി വരുന്ന ഏറ്റവും മുഖ്യമായിരിക്കുന്ന എന്താണ്? സ്വാതന്ത്ര്യമാണ്. കർമ്മ യോഗിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്, സാധാരണ കർമ്മിയെക്കുറിച്ചല്ല. കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം കർമ്മത്തിൽ അയാൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. അല്ലെങ്കിൽ കർമ്മത്തിൽ അയാൾക്ക് നിയന്ത്രണമുണ്ട്. പക്ഷെ കർമ്മഫലത്തിൽ അത് ലേശമില്ല. അതായത് ഒരു ജീവനെ സംബന്ധിച്ചിടത്തോളം കർമ്മം, നമ്മളത് ബ്രഹ്മസൂത്രത്തിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. കർമ്മം എന്ന് പറയുന്നത് കർത്തൃതന്ത്രമാണ്. ചെയ്യുന്നവന് അധീനമാണ് കർമ്മം മുഖ്യമായിട്ട്. ആ കർമ്മത്തെ ഒരാൾക്ക് ചെയ്യാം, ചെയ്യാതിരിക്കാം, നേരെ ചെയ്യാം, മറിച്ച് ചെയ്യാം, പൂർത്തിയാക്കാം, പൂർത്തിയാക്കാതിരിക്കാം. ഇത്തരത്തിലൊക്കെയുള്ള സ്വാതന്ത്ര്യങ്ങൾ കർമ്മം ചെയ്യുന്നവനുണ്ട്. കർമ്മം ചെയ്യുന്നവനാണ് കർത്താവ് എന്ന് പറയുന്നത്. അത് കർമ്മത്തിന്റെ ഒരു സവിശേഷതയാണ്. പക്ഷെ ഫലത്തിൽ അയാൾക്ക് സ്വാതന്ത്ര്യമില്ല. ആ കർമ്മം ഉണ്ടാക്കുന്ന നാനാതരത്തിലുള്ള ഫലം. ഒരു കർമ്മം അനേക ഫലത്തെ ഉണ്ടാക്കുന്നു. ആ അനേക ഫലങ്ങൾ ഉണ്ടാക്കുന്നതിൽ ഒന്നിനും തന്നെ ആ കർമ്മം ചെയ്യുന്നവന് സ്വാതന്ത്ര്യമില്ല. എന്തുകൊണ്ടാണ്? കർമ്മവും ഫലവും തമ്മിലുള്ള ബന്ധം അത് പലപ്പോഴും ഈ കർത്താവിന് അജ്ഞാതമായിരിക്കും. കർമ്മം ഫലത്തെ ഉണ്ടാക്കുമെന്നറിഞ്ഞാലും ഒരു കർമ്മം ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് ഫലത്തെ ഉണ്ടാക്കുന്നതെന്ന് പലപ്പോഴും നിർണ്ണയിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് കർമ്മത്തിൽ ഉള്ള സ്വാതന്ത്ര്യം അയാൾക്ക് ഫലത്തിലില്ല. എന്തുകൊണ്ട്? കർമ്മത്തെയും ഫലത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു നിയമമുണ്ട്. ആ നിയമം ജീവസൃഷ്ടമല്ല, ജീവനുണ്ടാക്കുന്നതല്ല. പക്ഷെ കർമ്മം എന്ന് പറയുന്നത് ജീവസൃഷ്ടമാണ്, ജീവൻ ചെയ്യുന്നതാണ് കർമ്മം. ശരീര, വാക്ക്, മനസ്സുകളെ കൊണ്ടൊരു ജീവൻ ചെയ്യുന്നതാണ്.
പക്ഷെ ഫലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കർമ്മവും ഫലവും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ കർമ്മവും ഫലവും തമ്മിലുള്ള ആ നിയമം, അത് ജീവസൃഷ്ടമല്ല, ഈശ്വരസൃഷ്ടമാണ്. അതുകൊണ്ട് കർമ്മത്തിലുള്ള സ്വാതന്ത്ര്യം ഫലത്തിൽ. ഉദാഹരണം സാധാരണ പറയുന്നു, ശാസ്ത്രകാരന്മാർ പറയുന്ന ഉദാഹരണം പാകം തന്നെ. പാകം ചെയ്യുന്നതിന് പാകകർത്താവിന് സ്വാതന്ത്ര്യമുണ്ട്. എന്നുവെച്ചാൽ പാകം ചെയ്യുന്നവന് പാകകർത്താവെന്ന് പറയും. അയാൾ എന്ത് ചെയ്യുന്നു? വിറവ് കൊണ്ടുവരുന്നു, തീ കത്തിക്കുന്നു, പാത്രം അടുപ്പത്ത് വയ്ക്കുന്നു, വെള്ളം തിളപ്പിക്കുന്നു, അരിയിടുന്നു, എല്ലാം ചെയ്യുന്നു. ഇത്തരം കാര്യങ്ങൾ അയാൾക്ക് ചെയ്യാം. ഇച്ഛയ്ക്കനുസരിച്ച്, സ്വന്തം അറിവിനനുസരിച്ച് ചെയ്യാം, ചെയ്യാതിരിക്കാം. അതിനയാൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതിനുള്ള ശക്തിയും ബുദ്ധിയും എല്ലാം ആ ജീവന്റെ ഇരിപ്പുണ്ട്. പക്ഷെ പാകം നടന്നു കഴിഞ്ഞാൽ അത് പിന്നീട് അന്നമായി തീരുന്ന ഒരു പ്രക്രിയയുണ്ട്. ആ പ്രക്രിയ എന്ന് പറയുന്നത് പാകകർത്താവിലല്ല നടക്കുന്നത്, മറിച്ച് കർമ്മത്തിലാണ് നടക്കുന്നത്. പാകത്തിന് കർമ്മമായിരിക്കുന്ന അരിയിലാണ് നടക്കുന്നത്. അത് അന്നമായി തീരുക എന്ന് പറയുന്നത്. അതിൽ യാതൊരു സ്വാതന്ത്ര്യമില്ല. അപ്പോൾ അരിയെ അന്നമാക്കി മാറ്റുന്ന ഒരു പ്രവർത്തനം, ആ കർമ്മം, അതിനുള്ള നിയമങ്ങൾ, അതെന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു, എങ്ങനെ സംഭവിക്കുന്നു, അത്തരം കാര്യങ്ങളിൽ, ആ നിയമങ്ങളിൽ ജീവന് യാതൊരു സ്വാതന്ത്ര്യമില്ല. അത് നമ്മളെന്ത് പറയും, അത് സഹജമായി സംഭവിക്കുന്നു. ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അരിച്ചോറായി മാറും. രണ്ടു തരത്തിലാണ് ഈ കർമ്മത്തിന്റെ ഫലം വരുന്നത്. ഒന്ന് ലൗകികമായ ഫലങ്ങളും മറ്റൊന്ന് അലൗകികമായ ഫലങ്ങളും. ഇപ്പം ലൗകികമായ ഫലമാണ് ഈ കാണുന്നത്. നമ്മൾ പാകം ചെയ്യുന്നു, അന്നം ഉണ്ടാകുന്നു. അലൗകികമായ ഫലങ്ങളുണ്ടാകുന്നത് ലൗകികമായ കർമ്മങ്ങളിലും അലൗകിക ഫലം ഉണ്ടാകും. അലൗകികമായ കർമ്മങ്ങൾക്ക് അലൗകികമായ ഫലമേ ഉണ്ടാകത്തുള്ളൂ. ലൗകിക കർമ്മത്തിന് ഉദാഹരണമാണ് പാകം. അലൗകിക കർമ്മത്തിന് ഉദാഹരണമാണ് യാഗവും മറ്റും. അതിന് അലൗകികം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? അത് വേദത്തിൽ കൂടെ അല്ലാതെ അത് സിദ്ധമില്ല. അത്തരം കർമ്മങ്ങൾ, ആ കർമ്മത്തെക്കുറിച്ച് നമുക്ക് അറിയാൻ വേറെ ഉപായങ്ങളില്ല. അതിന്റെ ഫലവും ഈ ലോകത്ത് ലഭിക്കുന്നതല്ല. പല ഫലങ്ങളും സ്വർഗം ഇവിടെ കിട്ടുന്നില്ല. അപ്പം അത് അലൗകികമായ കർമ്മങ്ങൾ. അങ്ങനെ രണ്ടു തരത്തിലാണ് കർമ്മങ്ങളെ ഇവിടെ വിഭജിച്ചിരിക്കുന്നത്, വൈദികമായ വ്യവസ്ഥയിൽ. അപ്പോൾ ഈ ലൗകികമായ കർമ്മങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വിശേഷത എന്താണ്? അതിന്റെ ഫലം പ്രത്യക്ഷ സിദ്ധമാണ്. ഫലത്തെ സംബന്ധിച്ചുള്ള നിയമങ്ങൾ നമ്മുടെ അധീനത്തിലല്ലെങ്കിലും, ഫലം നമ്മുടെ അധീനത്തിലല്ലെങ്കിലും ഫലം പ്രത്യക്ഷ സിദ്ധമാണ്. കർമ്മത്തിന് ഒരു ഫലം ഉണ്ടാകുന്നു, അന്നം ഉണ്ടാകുക എന്ന് പറയുന്നു. അത് ആ ഫലം അനുകൂലമായും വരാം, പ്രതികൂലമായും വരാം. പാകം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഫലം, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫലം അന്യരൂപത്തിലുള്ളതാണ്. പക്ഷെ ഫലം ചിലപ്പോൾ അന്യരൂപത്തിൽ തന്നെ ഫലം ഉണ്ടാകണമെന്നില്ല. അത് വെന്ത് നശിച്ചു പോകാം, അന്നമാകാതിരിക്കാം. മറ്റെന്തെങ്കിലും ദോഷങ്ങൾ അതിന് സംഭവിക്കാം. ചിലപ്പോൾ പാകം ചെയ്തു, അത് അന്നമായില്ലെന്ന് വരാം, കാരണം പാകം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല, വിഘ്നങ്ങൾ വന്നു, പലതരത്തിൽ സംഭവിക്കാം. എന്തായാലും അവിടെ ഫലം എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള ഫലമായാലും അത് പ്രത്യക്ഷ സിദ്ധമാണ്. പ്രത്യക്ഷ സിദ്ധം എന്ന് പറയുമ്പോൾ പാകകർത്താവിന് ആ വർത്തമാന ജന്മത്തിൽ തന്നെ അത് പ്രത്യക്ഷ സിദ്ധമാണ്. പക്ഷെ അലൗകിക കർമ്മങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല. അവിടെ പറയുന്ന പല ഫലങ്ങളും പ്രത്യക്ഷ സിദ്ധമല്ല. ഇനി അവിടെ പശു, പുത്രൻ തുടങ്ങിയ ഫലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. മഴ പെയ്യുന്നതിന് വേണ്ടി യാഗം ചെയ്യുന്നുണ്ട്. പക്ഷെ അത്തരം ഫലങ്ങൾ പോലും പ്രത്യക്ഷ സിദ്ധമല്ല. എന്തുകൊണ്ട്? യാഗം ചെയ്തു, മഴ പെയ്തു. പക്ഷെ യാഗകർത്താവിന് നിർണ്ണയിക്കാൻ കഴിയുന്നില്ല ഈ യാഗം കൊണ്ടാണോ മഴ പെയ്തത്, അതോ സാധാരണ മഴ പെയ്യുന്ന പോലെ പെയ്തു. അത് നിർണ്ണയിക്കാൻ പറ്റത്തില്ല. യാഗം പെയ്തില്ലെങ്കിലും ചിലപ്പോൾ മഴ പെയ്യാം. യാഗവും മഴയുമായിട്ടുള്ള ബന്ധത്തെ ലൗകിക ബുദ്ധി കൊണ്ട് നിർണ്ണയിക്കാൻ വയ്യ. പക്ഷെ വേദം പ്രമാണമാണ്. വേദം പറയുന്നു യാഗം ചെയ്തു കഴിഞ്ഞാൽ മഴ പെയ്യുന്നു.
അതുകൊണ്ട് അയാൾക്ക് വിശ്വസിക്കാം ഈ ഉണ്ടായ മഴ യാഗത്തിന്റെ ഫലമാണ്. അപ്പൊ കർമ്മവും ഫലവുമായിട്ടുള്ള ബന്ധവും അലൗകിക കർമ്മങ്ങളിൽ നിർണ്ണയിക്കാൻ പറ്റുന്നില്ല, കർമ്മഫലവും നിർണ്ണയിക്കാൻ പറ്റുന്നില്ല. അത് രണ്ട് കർമ്മങ്ങളും തമ്മിലുള്ള വ്യത്യാസമാണ്. കർമ്മയോഗത്തിന്റെ പ്രകടനത്തിൽ ഈ രണ്ടു തരത്തിലുള്ള കർമ്മങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യും. അപ്പൊ രണ്ടു തരത്തിലുള്ള കർമ്മങ്ങളെ സംബന്ധിച്ചായാലും ഇവിടെ പറയുന്ന ഒരു നിയമമാണ്. എന്താണ്? ഒരുവന് കർമ്മത്തിൽ മാത്രമേ യോഗ്യതയും സ്വാതന്ത്ര്യവുമുള്ളൂ. അതാണ് അധികാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കർമ്മഫലത്തിൽ അതില്ല എന്നാണ്. അപ്പൊ കർമ്മയോഗി കർമാനുഷ്ഠാന വേളയിൽ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രഥമമായ തത്വമാണ് ഇവിടെ പറയുന്നത്. ഒരു കർമ്മഫലം ഒരാൾക്ക് ഉണ്ടാക്കാവുന്ന ദ്വന്ദ്വാനുഭവങ്ങൾ, സുഖദുഃഖാദി അനുഭവങ്ങൾ, മാനാപമാനാദി അനുഭവങ്ങൾ, ഈ അനുഭവങ്ങളിലെല്ലാം ഒരാൾക്ക് സമത്വത്തെ, അടുത്ത് പറയുന്നുണ്ടോ സമത്വം യോഗവും ചെയ്യുന്നു, ആ സമത്വത്തെ ഒരാൾക്ക് കർമ്മയോഗം അനുഷ്ഠിക്കുമ്പോൾ നിലനിർത്തണമെങ്കിൽ ഈ കർമ്മത്തിന്റെ തത്വത്തെ മനസ്സിലാക്കി. കർമ്മ തത്വത്തെ മനസ്സിലാക്കാതെ ഒരാൾ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ആ കർമ്മത്തിൽ യോഗം കാണത്തില്ല. കർമ്മതത്വത്തെ ഏതെങ്കിലും തരത്തിൽ മനസ്സിലാക്കിയിരിക്കണം, എന്നാലേ കർമ്മയോഗമാകത്തുള്ളൂ. അതുകൊണ്ടിവിടെ പറയും ബുദ്ധിയുക്തോ ജഹാദീഹ, ബുദ്ധിയുക്തനായി കർമ്മം ചെയ്യണം. എന്നുവെച്ചാൽ കർമ്മത്തിന്റെ തത്വം മനസ്സിലാക്കിയിട്ട് കർമ്മം ചെയ്തു കഴിഞ്ഞാലേ അത് കർമ്മയോഗമാകത്തുള്ളൂ. അപ്പൊ കർമ്മത്തിന്റെ തത്വത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഇതാണ്. അതായത് മനസ്സിന് സമത്വം ഒരാൾ എങ്ങനെയാണ് ആർജിക്കുന്നത്, അതിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒന്നാണ് കർമ്മത്തിൽ മാത്രമേ സ്വാതന്ത്ര്യമുള്ളൂ, ഫലത്തിൽ സ്വാതന്ത്ര്യമില്ല എന്നുള്ള അറിവ്. ഫലം കർമ്മിക്ക് അധീനമല്ല, അത് ജീവന് അജ്ഞാതമായിരിക്കുന്ന കർമ്മ നിയമങ്ങൾക്ക് അധീനമാണ്. അത് ഏത് തരത്തിലുള്ള ഫലമായാലും ശരി, അത് മുഖ്യഫലമായിക്കൊള്ളട്ടെ അവാന്തര ഫലങ്ങളായിക്കൊള്ളട്ടെ, ഏത് ഫലമായാലും ശരി, അത് ഈശ്വരീയമായ നിയമത്തിന്. അതുകൊണ്ടാണ് പറയുന്നത് ഗഹന കർമ്മണോ ഗതി. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം പറയും കർമ്മഗതി. അതായത് കർമ്മം ഏതെല്ലാം തരത്തിൽ പ്രവർത്തിക്കും, കർമ്മം ഏതെല്ലാം തരത്തിൽ ഫലത്തെ ഉണ്ടാക്കും, ഏത് കർമ്മത്തിന് എന്താണ് ഫലമായി വരുന്നത്, താനിന്ന് അനുഭവിക്കുന്ന ഫലം ഏത് കർമ്മത്തിന്റെ ഫലമാണ്, ഇത്തരം കാര്യങ്ങളൊന്നും ഒരുവന് അവന്റെ ബുദ്ധിക്ക് പിടികിട്ടുന്നില്ല. ആ കർമ്മ നിയമങ്ങൾ അജ്ഞേയമാണ്. അതുകൊണ്ട് കർമ്മ തത്വത്തെ മനസ്സിലാക്കി കർമ്മം ചെയ്യുക. കർമ്മണ്യവ അധികാര, കർമ്മത്തിലാണ് നിനക്ക് സ്വാതന്ത്ര്യം, ഫലത്തിൽ സ്വാതന്ത്ര്യമില്ല. അങ്ങനെ പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് മനസ്സിന്റെ സമത്വം എങ്ങനെ വരുന്നു? അപ്പോൾ കർമ്മഫലത്തെക്കുറിച്ച് അയാളുടെ മനസ്സ് നിസ്സംഗമായിരിക്കും. കാരണം കർമ്മത്തിന്റെ സ്വഭാവം എന്താണ്? അത് അവശ്യം ഫലത്തെ ഉണ്ടാക്കും. അതായത് ഒരു കർമ്മം പൂർണ്ണമായി അനുഷ്ഠിക്കപ്പെട്ടാൽ, ഒരു കർമ്മം പൂർണ്ണമായ രീതിയിൽ, വൈദിക കർമ്മങ്ങളെക്കുറിച്ച് പറയും സാംഗമായി അതിന്റെ അംഗങ്ങളോടുകൂടി ശരിയായ രീതിയിൽ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായും ഫലത്തെ ഉണ്ടാക്കും. ലൗകിക കർമ്മത്തെ സംബന്ധിച്ചും എന്താണ്? അത് ഫലത്തെ ഉണ്ടാക്കും. അതിന് വിഘ്നങ്ങളും മറ്റും വരാതെ കർമ്മം പൂർത്തിയാക്കിയാൽ അപ്പോൾ അത് കർമ്മത്തിന്റെ നിയമത്തെപ്പെടുന്ന ഒരു കാര്യമാണ്. കർമ്മത്തിന്റെ ഫലത്തിൽ സ്വാതന്ത്ര്യമില്ലെങ്കിലും ഫലം അവശ്യം ഭാവിയാണ്. കർമ്മം പൂർണ്ണമായി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അത് സംഭവിച്ചതിന് തീരും. അതുകൊണ്ട് ഈ കർമ്മതത്വത്തെ മനസ്സിലാക്കിയിരിക്കുന്ന ആള് കർമ്മത്തിന്റെ ഫലത്തെ ആഗ്രഹിക്കുന്നില്ല. ഈ കർമ്മഫലത്തെ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നത് വളരെ താത്വികമായൊരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ കർമ്മം ഫലത്തെ നൽകുന്നതിന് ഒരു കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം, ഈ പറയുന്ന കാര്യങ്ങൾ കർമ്മിയെ സംബന്ധിച്ചല്ല, കർമ്മയോഗിയെ സംബന്ധിച്ചാണ്. ഒരു കർമ്മ
യോഗിയെ സംബന്ധിച്ചിടത്തോളം ഒരു കർമ്മം ഫലത്തെ കൊടുക്കുന്നതിന് അയാൾ അത് ഫലത്തെ ആഗ്രഹിക്കേണ്ട കാര്യമില്ല. കാരണം കർമ്മം അവശ്യം ഫലത്തെ കൊടുക്കുന്നതാണ്. ഇത് ലൗകിക കർമ്മങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന് ഈ നിയമത്തിന് യാതൊരു മാറ്റമില്ല. അതേസമയം അലൗകിക കർമ്മങ്ങൾക്ക് മാറ്റമുണ്ട്. നമ്മൾ സാധാരണ അനുഷ്ഠിക്കുന്ന ലൗകിക കർമ്മങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു കർമ്മം ചെയ്യുമ്പോൾ ഫലത്തെക്കുറിച്ച് നമ്മൾ ആഗ്രഹിക്കേണ്ട ആവശ്യമില്ല. ഫലതൃഷ്ണ അതിന്റെ ആവശ്യമില്ല. ഫലതൃഷ്ണ കൂടാതെ തന്നെ ആ കർമ്മം ഫലത്തെ നൽകും. ഉദാഹരണം പാകം തന്നെ എടുക്കാം. പാകം ചെയ്യുമ്പോൾ പാകം ചെയ്യുന്നയാള് ഇത് അന്നമായി മാറണം എന്ന് ആഗ്രഹിക്കേണ്ട കാര്യമില്ല. അയാൾക്ക് ആ ഫലത്തെക്കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തൃഷ്ണയുടെ ആവശ്യമില്ല. ദുരാഗ്രഹം, അത്യാഗ്രഹം വേണ്ട. ഒരു തരത്തിലുള്ള ആഗ്രഹവും വേണ്ട. ഒരു തരത്തിലുള്ള ആഗ്രഹവും പുലർത്താതെ അയാൾക്ക് ആ പാകം ചെയ്യാം. എന്തുകൊണ്ട്? ഫലം ആവശ്യമുണ്ടാകും. അപ്പോ ചോദ്യം വരും, അങ്ങനെ ഒരു ഫലത്തെക്കുറിച്ചുള്ള ആഗ്രഹമില്ലാതെ വിശക്കുന്നവനാണ് അന്നം പാകം ചെയ്യുന്നത്. അപ്പോൾ ഫലത്തെക്കുറിച്ച് ആഗ്രഹമില്ലാതെ അയാളെങ്ങനെ പിന്നെ കർമ്മം ചെയ്യും? സാധാരണഗതിയിൽ ഫല ആഗ്രഹം കൂടാതെ കർമ്മം ചെയ്യാൻ പറ്റത്തില്ല. അത് കേവല കർമ്മികളെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ഒരു കർമ്മ യോഗിയെ സംബന്ധിച്ചിടത്തോളം ഫലത്തെക്കുറിച്ചുള്ള ആഗ്രഹം വേണ്ട, മറിച്ച് ഫലത്തെക്കുറിച്ചുള്ള ബോധം മതി കർമ്മം ചെയ്യുന്നതിന്. ഫലത്തെക്കുറിച്ചുള്ള ബോധം വേറെ, ഫലത്തെക്കുറിച്ചുള്ള ആഗ്രഹം വേറെ. ആ കർമ്മയോഗി ഫലം എന്താണെന്നറിയാതെ കർമ്മം ചെയ്യുന്ന ഒരു ശുദ്ധമണ്ഡനല്ല. ഫലം എന്താണെന്ന് ചിന്തിക്കാതെ കർമ്മം ചെയ്യുന്നവൻ മൂർഖനാണ്. പക്ഷെ കർമ്മയോഗി അങ്ങനെയല്ല. ഫലം എന്താണെന്ന് അറിയുന്നു, അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കർമ്മം ചെയ്യുന്നത്. അറിയുന്നത് വരെ, ആഗ്രഹിക്കുന്നത് വരെ. പക്ഷെ അയാൾക്ക് അതിനോട് തൃഷ്ണയില്ല. എന്തുകൊണ്ട്? ലൗകികമായ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അയാൾക്കറിയാം ഇന്ന പ്രവൃത്തി ചെയ്താൽ ഇന്ന ഫലമാണ്. സാമാന്യമായിട്ടുള്ള അറിവ്. ഈശ്വരനുള്ള അറിവില്ല ജീവന് സാമാന്യമായിട്ടുള്ള അറിവ്. കാര്യകാരണ ബദ്ധമായി ചിന്തിക്കുന്ന ഒരു ജീവന്, യുക്തിബോധത്തോടുകൂടി ചിന്തിക്കുന്ന ഒരു ജീവനറിയാം ഇന്ന പ്രവൃത്തി ചെയ്താൽ ഇന്ന ഫലം ഉണ്ടാകും. എങ്ങനെ? പാകം ചെയ്താൽ അന്നം ഉണ്ടാകും. അതറിയാം. അപ്പോൾ ആ അറിവ് മതി ഒരു കർമ്മയോഗിക്ക് കർമ്മ അനുഷ്ഠിക്കുന്നതിന്. ആഗ്രഹം വേണ്ട. ആ ഫലത്തോടുള്ള തൃഷ്ണ അല്ലെങ്കിൽ ആഗ്രഹം, അതാണ് അയാളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നത്. അതായത് മനസ്സിൽ സുഖദുഃഖങ്ങളെ ഉണ്ടാക്കുന്നത്. എന്തുകൊണ്ട്? അയാൾ ഫലത്തെ ആഗ്രഹിക്കുന്നു. ഫലത്തോടെ അയാൾക്ക് തൃഷ്ണ വരുന്നു. ആ ഫലം അനുകൂലമായി വന്നാൽ ആ തൃഷ്ണയിരിക്കുക, അനുകൂലമായി വന്നു കഴിഞ്ഞാൽ ഫലപ്രാപ്തിയിൽ അയാൾ സന്തോഷിക്കും. എത്രമാത്രം സന്തോഷിക്കാമോ അത്രമാത്രം സന്തോഷിക്കും. അപ്പൊ ഫലത്തിൽ ആഗ്രഹമുള്ളതുകൊണ്ട് ആ ഫലം പ്രതികൂലമായി വന്നു കഴിഞ്ഞാൽ ആഗ്രഹത്തിന് തടസ്സം വരുന്നു, ഇച്ഛാഭംഗം വരുന്നു, അയാൾ ദുഃഖിക്കുന്നു. ഈ വരുന്ന സുഖവും ദുഃഖവും മനസ്സിന്റെ സമത്വത്തെ ഭംഗപ്പെടുത്തും. അതാണ് സാധാരണ കർമ്മിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അയാൾ പ്രവർത്തിക്കുമ്പോൾ അയാൾ ഫലത്തെ അറിയുന്നു, ഫലത്തെ ആഗ്രഹിക്കുന്നു. അനുകൂലമാകുമ്പോൾ സന്തോഷിക്കുന്നു, പ്രതികൂലമാകുമ്പോൾ ദുഃഖിക്കുന്നു. കർമ്മയോഗിയാണെങ്കിലോ അയാൾക്ക് ഫലത്തെ അറിയാം, പക്ഷെ അയാൾ ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ട്? ഫലം ഉണ്ടാകുന്നതിന് ആഗ്രഹം കാരണമല്ല. ആ തത്വം അയാൾക്കറിയാം. മറിച്ച് ആഗ്രഹം അനുകൂല പ്രതികൂല ഭാവങ്ങളെ മനസ്സിലുണ്ടാക്കും, സുഖദുഃഖത്തിന് കാരണമാകുന്നു. അതുകൊണ്ട് കർമ്മം അനുഷ്ഠിക്കുന്ന ഒരു കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം കർമ്മതത്വം ഗ്രഹിച്ചാൽ മാത്രം മതി. അവിടെ ഇച്ഛ കാരണമല്ല. ഇപ്പോൾ പൊതുവായി ഒരു തത്വത്തെക്കുറിച്ച് നമ്മൾ പറയല്ലോ, അറിയുന്നു, ആഗ്രഹിക്കുന്നു, പ്രവർത്തിക്കുന്നു. അപ്പോൾ കർമ്മയോഗിയിൽ ഈ തത്വം
പ്രാവർത്തികമാകത്തില്ലേ എന്ന് സംശയിക്കും. ചിന്തിക്കുന്നവർക്ക് അല്ലാത്തവർക്ക് ഒരു സംശയമില്ല. കർമ്മയോഗിയിൽ ഈ തത്വം പ്രാവർത്തികമാണ്. പക്ഷെ കർമ്മയോഗിയുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഫലത്തെക്കുറിച്ചുള്ള ആഗ്രഹമല്ല. കർമ്മയോഗിക്ക് പലതരത്തിൽ ആഗ്രഹങ്ങളാണ്. കർമ്മനിഷ്ഠയിലുള്ള ആഗ്രഹം കാണും, ഈശ്വരപ്രസാദം ആഗ്രഹിക്കും. അതെല്ലാം കർമ്മയോഗിക്ക് ആഗ്രഹങ്ങൾ കാണും. അതെല്ലാമാണ് കർമ്മയോഗിയെ കർമ്മനിഷ്ഠനാക്കുന്നത്, അല്ല ഫലാഗ്രഹമല്ല. അത്തരം ആഗ്രഹങ്ങൾ പോലും പാടില്ല എന്ന് ഇനി പറയും. കർമ്മയോഗത്തിന്റെ പുരോഗതിയിൽ ഈശ്വരപ്രസാദം പോലും ആഗ്രഹിക്കാൻ പാടില്ല എന്ന് ഇനി പറയും. ഇനി വരുന്ന ഭാഷ്യഭാഗത്ത് പറയും. അതവിടെ വരുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം. കർമ്മയോഗത്തിന്റെ പ്രവേശിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇതൊക്കെ ആഗ്രഹിച്ചുകൊണ്ടാണ്. ചിത്തശുദ്ധി ആഗ്രഹിക്കുന്നു, ജ്ഞാനപ്രാപ്തി ആഗ്രഹിക്കുന്നു, മുമുക്ഷുത്വം അയാളുണ്ട്, മോക്ഷത്തെ ആഗ്രഹിക്കുന്നു. അങ്ങനെ പല ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ ഇത്തരം ആഗ്രഹങ്ങൾ മതി കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം കർമ്മത്തിൽ പ്രവർത്തിക്കുന്നതിന്. അവിടെ ഫലത്തിന്റെ ആഗ്രഹം വേണ്ട. അതുകൊണ്ട് പെട്ടെന്നൊരു ചോദ്യം വരുന്നത് എന്താണ്? ഫലാഗ്രഹം കൂടാതെ ഒരാൾക്ക് പ്രവർത്തിക്കാൻ കഴിയുമോ? കഴിയും. അത് ആർക്ക് കഴിയും? കർമ്മയോഗിക്ക് കഴിയത്തുള്ളൂ. സാധാരണ ഒരു കർമ്മിയുടെ നിലയിൽ നിന്നുകൊണ്ട് അത് സാധ്യമല്ല. ഫല ആഗ്രഹമാണ് സാധാരണ കർമ്മിയെ കർമ്മത്തിൽ പ്രവർത്തിപ്പിക്കുന്നത്. അപ്പോൾ കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം ഫലാഗ്രഹമല്ല. അപ്പോൾ ഈ കർമ്മത്തിന്റെ ഫലങ്ങൾ അനന്തമാണ് പറഞ്ഞു. ദുഷ്ടമായ ഫലങ്ങൾ, അദുഷ്ടമായ ഫലങ്ങൾ, മുഖ്യഫലം, ഗൗണഫലം, ഇങ്ങനെ അനന്തമായ ഫലങ്ങളാണ്. നമ്മളത് മുമ്പൊരു ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്. പാകം എന്നുള്ള ഉദാഹരണം തന്നെ എടുത്തു കഴിഞ്ഞു. അപ്പോൾ സാധാരണ നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ കർമ്മത്തെ സംബന്ധിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഫലങ്ങൾ നമ്മൾ ആഗ്രഹിച്ചു പോകും. ആഗ്രഹിക്കാതെ നമ്മൾ കർമ്മം ചെയ്യുന്നില്ല. പിന്നെ കർമ്മത്തെ സംബന്ധിച്ച് മുഖ്യമായൊരു കാര്യം, ആ കർമ്മ സ്വധർമ്മമായിരിക്കണം. സ്വധർമ്മം എന്ന് പറയുമ്പോൾ സത്കർമ്മം തന്നെ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ സത്കർമ്മം ചെയ്യുന്നതെല്ലാം കർമ്മയോഗം ആകുന്നില്ല. അതും പറയും. നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. ഈശ്വരബോധം കൂടാതെ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അത് കർമ്മബോധം ആകത്തില്ല, അത് കർമ്മയോഗം ആകത്തില്ല. പരോപകാരാർത്ഥം കർമ്മം ചെയ്യുന്നു, അതുകൊണ്ട് മാത്രം, പരോപകാരാർത്ഥം കർമ്മം ചെയ്തെന്നുള്ളതല്ല, പരോപകാരം കർമ്മം ചെയ്യുന്നതുകൊണ്ട് മാത്രം അത് കർമ്മയോഗം ആകുന്നില്ല. ഉദാഹരണം പറഞ്ഞ ഇപ്പം നമ്മൾ വീട് വയ്ക്കുന്നു. സാധാരണ മനുഷ്യരെല്ലാം വീട് വയ്ക്കുന്നത് അവനവന് വേണ്ടിയിട്ടാണ്, അവനവന് കയറി താമസിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വീട് വയ്ക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്. വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുന്നു. സത്കർമ്മമാണ്, പുണ്യകർമ്മമാണ്. അപ്പം നമ്മളങ്ങനെ ഒരു കർമ്മം ചെയ്യുന്നത് കൊണ്ട് മാത്രം അത് കർമ്മയോഗം ആകത്തില്ല. മറ്റുള്ളവർക്ക് വീട് വെച്ച് കൊടുക്കുന്നത് കൊണ്ട് ഞാൻ കർമ്മയോഗം ചെയ്യുകയാണ്, അതുകൊണ്ട് മാത്രം ആർക്കും അവകാശപ്പെടാൻ പറ്റത്തില്ല. ഞാൻ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കർമ്മയോഗം ആകത്തില്ല. എന്നുവെച്ചാൽ അതൊരു സത്കർമ്മമാകാതിരിക്കുന്നില്ല, പുണ്യകർമ്മം തന്നെയാണ്. പക്ഷെ കർമ്മയോഗം ആവണമെങ്കിൽ എന്ത് വേണം? ആ കർമ്മം ചെയ്യുന്നവൻ ഈ തത്വത്തെ ഗ്രഹിച്ചിരിക്കുന്നു. കർമ്മയോഗത്തെക്കുറിച്ച് ഭഗവാൻ പറഞ്ഞിരിക്കുന്ന ഈ തത്വത്തെ ഗ്രഹിച്ചിട്ട് കർമ്മം ചെയ്താലേ കർമ്മയോഗമാകത്തുള്ളൂ. അപ്പൊ ഇതുവരെ ചെയ്തതെല്ലാം പാഴിലായോ? ഇതായിട്ടില്ല. അതുകൊണ്ട് പുണ്യം ഉണ്ടായിട്ടുണ്ട്. അതൊന്നും പാഴിലായിട്ടില്ല, അത് പുണ്യം തന്നെ. അതിന് സ്വല്പമൊക്കെ അസ്യ ധർമ്മസ്യ നേരത്തെ ചർച്ച ചെയ്തതാണ്. ഇത് ഏതെങ്കിലും ഒരു അംശത്തിൽ, കാരണം അങ്ങനെ കർമ്മം ചെയ്യുന്നിടത്ത് ഒരു നിസ്വാർത്ഥതയുടെ അംശമുണ്ട്. ആ കർമ്മം ചെയ്യുന്നത് തനിക്ക് വേണ്ടിയിട്ടല്ല, അവിടെ ആ നിസ്വാർത്ഥതയുടെ അംശമുണ്ട്. സ്വല്പമൊക്കെ അസ്യ ധർമ്മസ്യ എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. ആ ധർമ്മവും പ്രായതേ മഹതോഭയ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിനെ ആരും കർമ്മയോഗം എന്ന് പേര് വിളിച്ചളയരുത്, അങ്ങനെ പറയരുത്. കർമ്മയോഗം ആകണമെങ്കിൽ എന്ത് വേണം? ഈ കർമ്മതത്വത്തെ ശരിക്കറിയണം. ബുദ്ധിയുക്തനായി കർമ്മം ചെയ്യണം. അതാണ് പ്രധാനമായിട്ടുള്ളത്. ഭഗവാൻ ഇവിടെ പറഞ്ഞു തരുന്ന ഒരു ബോധമുണ്ട്, കർമ്മയോഗിക്ക് വേണ്ടതായ ബോധം. ആ ബോധത്തോടുകൂടി കർമ്മം ചെയ്താലേ കർമ്മയോഗം ആകത്തുള്ളൂ. എന്ന് പറയുമ്പോൾ കർമ്മയോഗം നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ
അത്ര നിസാരമായി ലാഘവമായി കൈകാര്യം ചെയ്യാമെന്നുള്ളൊരു വിഷയമല്ല. അതിന്റെ ഹേതു, സ്വരൂപം, ഫലം ഇതിന്റെ എല്ലാം ശരിയായ രീതിയിൽ ബോധം ഉണ്ടായാലേ ഒരാൾക്ക് കർമ്മത്തിൽ യോഗത്തെ കൊണ്ടുവരാൻ പറ്റും. ഇല്ലെങ്കിൽ അത് കേവലമായ സത്കർമ്മമാവും. കേവല സത്കർമ്മം, പുണ്യം ഉണ്ടാകുന്ന കർമ്മം. അപ്പോ നമ്മൾ ചെയ്യുന്ന കർമ്മം മനുഷ്യർക്ക് ഉപകാരപ്പെടുന്നു, ഒരുപാട് സാധുക്കൾക്ക് പ്രയോജനപ്പെടുന്നു. അതെല്ലാം അതിന്റെ പുണ്യത്തെ നൽകുന്ന വശങ്ങളാണ്. അതൊക്കെ അതിന്റെ നന്മയുടെ വശങ്ങളാണ്. അതെല്ലാം ശരി തന്നെ. അതൊക്കെ ശരിയാകുന്ന എവിടെ? ലൗകികമായ ദൃഷ്ടി. പക്ഷെ ഇവിടെ ആധ്യാത്മികമായ ദൃഷ്ടിയിൽ അത് പോരാ. അതിൽ നിന്ന് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ആന്തരികമായി പുരോഗമിക്കണം. ഭഗവാൻ പറയുന്ന ഈ ബുദ്ധിയുക്തനായി കർമ്മം ചെയ്യും. ഇവിടെ പറയും യോഗയുക്തനായി, യോഗയുക്തോ ഭവാർജുന, യോഗയുക്തനായി പ്രവർത്തിക്കണം, സ്വധർമ്മത്തെ അനുഷ്ഠിക്കും. ഭാഷ്യകാരൻ പറയും വിവേക വിജ്ഞാനത്തോടുകൂടിയവനായി പ്രവർത്തിക്കണം, എന്നാലേ അത് കർമ്മയോഗമാകത്തുള്ളൂ. മാ ഫലേഷു കഥാചന, ഫലത്തിൽ നിനക്ക് അധികാരമില്ല, സ്വാതന്ത്ര്യമില്ല എന്ന് പറയുന്നതിന്റെ താല്പര്യം മനസ്സിലാക്കണം. ഈ ഗീതയിലെ ശ്ലോകം വളരെ പ്രസിദ്ധമാണ്. അറിയാത്ത ആരുമില്ല, ചൊല്ലാറുണ്ട്. പക്ഷെ അതിന്റെ താല്പര്യം മനസ്സിലാക്കി ചൊല്ലുന്നവർ വിരളമാണ്, കുറച്ചേ ഉള്ളൂ. അതിന്റെ താല്പര്യം മനസ്സിലാക്കിയാലേ ഈ പറയുന്ന കാര്യം അനുഷ്ഠിക്കാനും പറ്റും. അല്ലാതെ കർമ്മയോഗം അനുഷ്ഠിക്കാൻ പറ്റത്തില്ല. അപ്പൊ ചിലർ ചിന്തിക്കും, ഞാൻ ഭക്തനാണ്, എനിക്ക് ഈശ്വരഭക്തിയുണ്ട്, അപ്പൊ എനിക്കിത് ആവശ്യമുണ്ടോ കർമ്മയോഗം? അങ്ങനെ ചിന്തിക്കും. ഈശ്വരഭക്തിയുള്ള ആളിന് ഇതിന്റെ ആവശ്യമുണ്ടോ എന്നാണ്. അപ്പൊ ഈ ഭക്തൻ എന്ന് പറയുന്നതിനെ പലരും ഒരു ലേബലായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഭക്തൻ എന്ന് പറയുന്ന ലേബൽ നെറ്റിയിലൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ ആവശ്യമില്ലെന്നാണ്. അങ്ങനെയാണെങ്കിൽ അത് ശരിയാണ്. പക്ഷെ ഈ ഭക്തി എന്ന് പറയുന്ന ഒരു ലേബലല്ല. ഭക്തി എന്ന് പറയുന്നത് ഈ കർമ്മയോഗത്തെ സംബന്ധിച്ചിടത്തോളം വലിയ അപകടമല്ല. കാരണം ഒരാൾ പറയുന്നു ഞാൻ കർമ്മയോഗം ചെയ്യുന്നു എന്ന് പറയുന്നു. അയാൾ ചെയ്യുന്നത് ഒരുപക്ഷെ കർമ്മയോഗം ആകുന്നില്ല എങ്കിലും അതിന് അപകടമില്ല. കാരണം അയാൾക്ക് കർമ്മയോഗത്തെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് അയാളത് ചെയ്യാത്തത്. അയാളുടെ കുറ്റമല്ല, അയാൾക്ക് അറിയത്തില്ല. അയാൾ അറിയാൻ ശ്രമിച്ചില്ല, അറിയുന്നില്ല. അയാൾ കർമ്മം ചെയ്യുന്നു, അയാൾ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നു. എന്നിട്ട് വിചാരിക്കുന്നു എന്താണോ ഇത് കർമ്മയോഗമാണെന്ന് വിചാരിക്കുന്നു. അത്രയും അപകടമുള്ള കാര്യമില്ല. ഏറ്റവും വലിയ അപകടമുള്ളത് ഭക്തിയാണ് എന്റെ അഭിപ്രായത്തിൽ. കാരണം ഈ ഭക്തിയിലാണ് ഏറ്റവും കൂടുതൽ അഭിനയങ്ങളുള്ളത്, ഏറ്റവും കൂടുതൽ കാപട്യമുള്ളത് ഭക്തിയിലാണ്. കാരണം നമ്മൾ പലപ്പോഴും ഭക്തരാണെന്ന് ഭാവിക്കുകയാണ്. അത്രയും അപകടം ജ്ഞാനത്തിലോ, സാധാരണ ആൾക്കാർ പറയും ജ്ഞാനത്തിലും കർമ്മത്തിലും ഒക്കെയാണ് അപകടമുള്ളത്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള അങ്ങനെയാണ് ഏറ്റവും വലിയ അപകടം. കാരണം ഏറ്റവും കൂടുതൽ നാട്യങ്ങളും ഏറ്റവും കൂടുതൽ അഭിനയങ്ങളും ഒക്കെ വേണ്ടി വരുന്ന ഭക്തിയിലാണ്. ഹൃദയം കൊണ്ട് ഭക്തിയില്ലെങ്കിൽ ഒരാൾക്ക് ഭക്തനായിട്ട് അഭിനയിക്കാം. അത്തരം അഭിനയം ഈ ജ്ഞാനത്തിനും ഇതിനൊന്നും പറ്റത്തില്ല. കാരണം എന്തെങ്കിലും അനാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ ആൾക്കാർ കഴുത്തിന് പിടിക്കും. അബദ്ധം പറഞ്ഞാൽ ഉടൻ ചോദിക്കും താൻ എന്താ പറഞ്ഞത്. ഭക്തിയാകുമ്പോൾ ആർക്കും ചോദ്യം ചെയ്യാൻ ഒക്കത്തില്ല. തൊഴിലും നമസ്കാരവും പരിപാടികളുമായിട്ട് ഇങ്ങനെ അങ്ങ് പോയാൽ മതി, ആർക്കും തിരിച്ചറിയാൻ ഒക്കത്തില്ല. മറ്റൊരിടൊന്നും അത് പറ്റത്തില്ല. കർമ്മയോഗം എന്ന് വെച്ചാൽ അവിടെ പ്രവർത്തിക്കണം, മറ്റുള്ളവർ നോക്കും. മറ്റിടത്ത് അതിന്റെ ആവശ്യമില്ല.
ഭക്തനാണെന്ന് പറഞ്ഞാൽ എവിടെയും രക്ഷപ്പെടാം. ഇവിടെ ഏറ്റവും അപകടം പിടിച്ച കാര്യം ഈ ഭക്തിയാണ്. അപ്പൊ ഭക്തൻ ഇത് വേണോ? കർമ്മയോഗത്തിന്റെ ആവശ്യമുണ്ടോ? അപ്പോൾ ഈ കർമ്മയോഗത്തിലെ ഏറ്റവും മുഖ്യമായ ഘടകം എന്ന് പറയുന്ന ഭക്തിയാണ്, ഈശ്വരസ്മരണം. ഭക്തിയില്ലാത്തവന് കർമ്മയോഗം അസാധ്യമാണ്. അതുകൊണ്ടാണ് ഈശ്വരവിശ്വാസം ഇല്ലാത്തവന് കർമ്മയോഗം അനുഷ്ഠിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. ഇവിടെയും പല ഭാഗങ്ങളിലും പറയും, ഭാഷ്യകാരൻ ആവർത്തിച്ച് പറയും. ഭഗവാൻ എത്രയോ ഭാഗത്ത് പറയുന്നു, മാം അനുസ്മര, എന്നെ അനുസ്മരിക്കുക, നിന്റെ കർമ്മം ചെയ്യുക. നിരന്തരമായ ഈശ്വരസ്മരണം, അതാണ് ഭക്തി. നമുക്ക് മനസ്സിലാകുന്നുള്ള ഭക്തി. പിന്നെ മനസ്സിലാകാത്ത ഭക്തികൾ പലതുമുണ്ട്. തൽക്കാലം അങ്ങോട്ട് കിടക്കണ്ട. മനസ്സിലാകാവുന്ന ഭക്തി എന്ന് പറയുന്നതാണ് ഈശ്വരസ്മരണം. അപ്പൊ ഈശ്വരസ്മരണയോടുകൂടിയാണ് കർമ്മയോഗി കർമ്മം ചെയ്യേണ്ടത്. സ്വന്തം അഹന്തയെ, സ്വന്തം കഴിവുകളെ, അല്ലെങ്കിൽ കർമ്മഫലത്തെ, തനിക്ക് വരാൻ പോകുന്ന നേട്ടങ്ങളെ, ഇതിനെയൊന്നും അനുസ്മരിച്ചുകൊണ്ടല്ല, ഈശ്വരനെ അനുസ്മരിച്ചുകൊണ്ട് പരമാവധി കർമ്മയോഗിക്ക് ആഗ്രഹിക്കാവുന്നത് എന്താണ്? ഈശ്വരപ്രീതി. അതും ആഗ്രഹിക്കാതിരുന്നാൽ അത് ഏറ്റവും ശ്രേഷ്ഠമായി. പക്ഷെ പരമാവധി അതുവരെ അയാൾക്ക് ആഗ്രഹിക്കാം, ഈശ്വരപ്രസാദം. അപ്പോൾ കർമ്മയോഗിയാണ് ഏറ്റവും വലിയ ഭക്തൻ. ശരിയായ കർമ്മയോഗവും ശരിയായ ഭക്തി നിഷ്ഠയും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. അപ്പോൾ ഒരു ഭക്തന്റെ ബാഹ്യ ആചരണമാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു കർമ്മയോഗിയുടെ ആന്തരിക ഭാവമാണ് ഭക്തി. അത് രണ്ടും ഒന്നിക്കുന്നു. അതുകൊണ്ട് ഇതിനെ രണ്ടിനെയും രണ്ടായി കാണാൻ പാടില്ല. ഇതിനെ സമന്വയിപ്പിച്ചിട്ടാണ് ഗീതയിൽ പറയുന്നത്. ഈശ്വരസ്മരണ എന്നിവിടെ പറയുന്നു, അവിടെ ഭക്തിയുണ്ട്, യഥാർത്ഥമായിട്ടുള്ള ഭക്തി അവിടെയുണ്ട്. അത് കർമ്മയോഗത്തിൽ മാറ്റി നിർത്താൻ വയ്യാത്തതാണ്. ഒരുവനെ ഫലത്തെ കുറിച്ച് ആഗ്രഹം കൂടാതെ കർമ്മത്തിൽ പ്രേരിപ്പിക്കുന്നതും ഈശ്വരസ്മരണയാണ്. അല്ലെങ്കിൽ ഒരാൾക്ക്, കാരണം നേരത്തെ പറഞ്ഞല്ലോ, ജ്ഞാനിയുടെ ജ്ഞാനഫലത്തിൽ എല്ലാ കർമ്മഫലങ്ങളും അന്തർഭവിച്ചിരിക്കുന്നു. അപ്പൊ തുച്ഛമായ കാര്യങ്ങളിൽ പിടിച്ചു നിൽക്കുന്ന സ്വഭാവമാണ് മനസ്സിനുള്ളത്. തുച്ഛമായ കർമ്മഫലങ്ങളിലാണ് മനസ്സെപ്പോഴും ചേർന്ന് നിൽക്കുന്നത്. അതിനെ വിടണമെന്നുണ്ടെങ്കിൽ മനസ്സിന് അതിനേക്കാൾ വലിയൊരു ഫലത്തെ കാണിച്ചു കൊടുക്കണം. അപ്പോൾ തുച്ഛമായ കർമ്മഫലങ്ങളെക്കാളും ശ്രേഷ്ഠമായ, തുച്ഛമായ ഫലചിന്തയെക്കാളും ശ്രേഷ്ഠമായ ഈശ്വരചിന്ത അത് മനസ്സിന് കൊടുക്കുമ്പോൾ മാത്രമേ മനസ്സിന് ഈ ഫലചിന്തയിൽ നിന്ന് വിടാൻ പറ്റൂ. ഈ ഫലചിന്ത എന്ന് പറയുമ്പോൾ അത് സ്വർഗഫലം അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. നമ്മൾ സ്വർഗത്തിന് വേണ്ടിയൊന്നും പ്രവർത്തിക്കുന്നില്ല. നമ്മൾ ചെയ്യുന്നത് ലൗകിക കർമ്മങ്ങളാണ്. ഈ ലൗകിക കർമ്മങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരുപാട് ഫലങ്ങളുണ്ട്. ആ ഫലങ്ങൾ ഇപ്പൊ രണ്ടുപേരെ രണ്ട് വീട് വയ്ക്കാൻ ഏൽപ്പിച്ചെന്നിരിക്കട്ടെ. അപ്പോൾ ഒരാൾ വിചാരിക്കും മറ്റവന്റെ വീട് കുറച്ച് മോശമാവണം, എന്നാലും എന്റെ വീട് നന്നാകത്തുള്ളൂ. നമ്മൾ ആഗ്രഹിച്ചു. അപ്പൊ നമ്മളെ വീട് നന്നാകണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ എന്റെ അർത്ഥം തോന്നുന്നു മറ്റവന്റെ ശകലം മോശം ആയാലും കുഴപ്പമില്ല. ഫലചിന്ത അങ്ങനെ പോകും. ഫലത്തെക്കുറിച്ച് വരുന്ന ചിന്ത, മറ്റുള്ളവരുടെ അംഗീകാരം, അത് നമ്മളൊരു പ്രവൃത്തി നല്ലവണ്ണം ചെയ്തു കഴിയുമ്പോൾ നല്ലൊരു വീട് വെച്ച് അതിൽ നിന്ന് കുറച്ച് മാറി നോക്കിയെന്ന് അഭിമാനിക്കുക, ഇത് ഞാൻ വെച്ച വീടാണ്, ഒരഭിമാനം തോന്നിപ്പോകും. ഫലചിന്ത ഇങ്ങനെ പല വഴി കൂടെ കടന്നു പോകും. തന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് തനിക്ക് തന്നെ കാര്യമായ മതിപ്പ് തോന്നുക, കൊള്ളാം, തിരക്കേടില്ല, മോശക്കാരനല്ല,
ഫലചിന്ത അങ്ങനെ പോകും. പിന്നെ ഇനി ഇത് ശരി, നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? നിസ്വാർത്ഥമായി മറ്റൊരാൾക്ക് വേണ്ടി വീട് വെച്ചു കൊടുത്തു. പറയുന്ന നിസ്വാർത്ഥതയൊന്നുമില്ല. കാരണം ഈ വീട് വെച്ചു കൊടുക്കുന്നതുകൊണ്ട് തനിക്ക് കിട്ടുന്ന അംഗീകാരം, ബഹുമതി, മറ്റുള്ളവർ, നമ്മുടെ കൂടെ കഴിയുന്നവർ തന്നെ പറയും 20,000 രൂപയുടെ ബഡ്ജറ്റായിരുന്നു 10,000 രൂപയിൽ തീർത്തു കൊടുത്തു. അത് അയാളുടെ കഴിവാണ്. ഇത്ര അധ്വാനിച്ച്. അപ്പൊ ഇതെല്ലാം കേൾക്കുമ്പോൾ മനസ്സിന് വരുന്നൊരു സന്തോഷം. ഇതൊക്കെ നമ്മുടെ കർമ്മഫലമായി നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. മറ്റുള്ളവർ സ്തുതിക്കുമ്പോൾ ഒരു സന്തോഷം വരും, തന്റെ സാമർഥ്യത്തെക്കുറിച്ച്, തന്റെ മിടുക്കിനെ കുറിച്ച്. ഇത് മാത്രമല്ല, അങ്ങനെ പല വീടുകൾ വെച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഉയർന്ന സ്ഥാനങ്ങളൊക്കെ കിട്ടും. പിന്നെ അതിലും വലിയ സ്ഥാനമാനങ്ങൾ. ഇങ്ങനെ പോകും കർമ്മഫലത്തെക്കുറിച്ചുള്ള സാധാരണ മനുഷ്യന്റെ ചിന്ത. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ആർക്കും അതിന്റെ പേരിൽ എന്നോട് വിദ്വേഷമൊന്നും മനസ്സിലാവുന്ന ഭാഷയിൽ ചിലപ്പോൾ കാര്യങ്ങൾ പറയുമ്പോൾ ആരുടെയെങ്കിലും ഉള്ളിൽ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് വിട്ടുകളയുക. അപ്പോൾ ഇതൊക്കെ സാധാരണ കർമ്മം ചെയ്യുന്നവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ പറയുമല്ലോ, ആ പ്രവൃത്തി ചെയ്തതിലുള്ള ഒരു സംതൃപ്തി, അല്ലെങ്കിൽ ആ പ്രവൃത്തിക്ക് സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന അംഗീകാരം, അല്ലെങ്കിൽ ആ പ്രവൃത്തി കൊണ്ട് നമുക്കുണ്ടാകുന്നു മറ്റ് ഫലങ്ങൾ, അതിനാണ് കീർത്തി, സ്ഥാനമാനങ്ങൾ, ഇതൊക്കെ വരുന്നത്. അപ്പോൾ ഇവിടെയൊന്നും വാസ്തവത്തിൽ നമ്മുടെ നിസ്വാർത്ഥത ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. ഇതെല്ലാം തന്റെ സ്വാർത്ഥതയാണ്. പക്ഷേ അതിന് നിസ്വാർത്ഥത എന്ന് പറയുന്ന ഒരു അംശത്തിലേ ഉള്ളൂ. എന്താണ്? ആ വീട്ടിൽ നമ്മൾ കയറി താമസിച്ചു കളയുന്നത്, അത് നിസ്വാർത്ഥമാണ്. അത്രയും പുണ്യമുണ്ട് തീർച്ചയായിട്ടും. ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴോ ഈ പ്രവൃത്തിയിലൊന്നും കർമ്മയോഗം വരുന്നില്ല. എന്തുകൊണ്ട്? പല പല തലങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് പോയി നമ്മളറിയാത്ത കർമ്മഫലങ്ങളെ, അല്ലെങ്കിൽ കർമ്മഫലങ്ങളെന്ന് നമ്മൾ ഗണിക്കാത്ത പലതിനെയും നമ്മുടെ മനസ്സ് ഫലമായി സ്വീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ഒരു കർമ്മയോഗിയിൽ സംഭവിക്കത്തില്ല. അതാണ് കർമ്മിയും കർമ്മയോഗിയും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ ഇത്രയൊക്കെ ചെയ്തു എന്ന് അഭിമാനിക്കുന്നതുകൊണ്ട് അതൊരിക്കലും കർമ്മയോഗമാകത്തില്ല. അടുത്തതാണ് പറയുന്നത്, കർമ്മഫല തൃഷ്ണ മാഭൂത് കഥാചന. ഒരു കാരണവശാലും കർമ്മഫലതൃഷ്ണ മനസ്സിലുണ്ടാകാൻ പാടില്ല. ഈ പറഞ്ഞ എല്ലാം തൃഷ്ണകളാണ്, ഉള്ളിലിരിക്കുന്ന ആഗ്രഹത്തിന്റെ ബഹിസ്ഫുരണമാണത്. ആ പ്രവൃത്തിയിൽ നമുക്ക് അഭിമാനം തോന്നുക, ആ പ്രവൃത്തി നമുക്ക് തോന്നുക, ആ പ്രവൃത്തിയെക്കുറിച്ച് മറ്റുള്ളവർ പ്രശംസിക്കുന്നു, ഇഷ്ടപ്പെടുക, മറ്റുള്ളവർ ആ പ്രവൃത്തിയിൽ ഞാൻ എത്ര ആത്മാർത്ഥമായിട്ടാണ് ഇതൊക്കെ ചെയ്തു തന്നിട്ടും അവരത് മനസ്സിലാക്കുന്നില്ല, അതിനെ വിമർശിക്കുമ്പോൾ അതിൽ ദുഃഖം തോന്നുക, ഇതെല്ലാം ഈ തൃഷ്ണയുടെ ബാഹ്യഭാവങ്ങളാണ്. ഇതൊന്നും കർമ്മയോഗിയിൽ വരാൻ പാടില്ല. എന്നാലേ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കർമ്മയോഗമാകത്തുള്ളൂ. അങ്ങനെ കർമ്മയോഗം ആകണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ കർമ്മത്തെക്കുറിച്ചും ഫലത്തെക്കുറിച്ചും അധികാരിയെക്കുറിച്ചുമുള്ള ശരിയായ ബുദ്ധി, അറിവ് ഉണ്ടാവണം. അങ്ങനെ ബുദ്ധിയുക്തനായി കർമ്മം ചെയ്യണം എന്നാണ്. ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞൊരു കാര്യം, രണ്ടു തരത്തിലുണ്ട്, ലൗകികവും അലൗകികവും. ലൗകികമായ കർമ്മങ്ങളെ സംബന്ധിച്ച് എന്താണ്? ഫലത്തിന്, ഫലമുണ്ടാകുന്നതിന് ഒരിക്കലും നമ്മുടെ ആഗ്രഹം കാരണമല്ല. പക്ഷെ അലൗകികമായ കർമ്മങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല. അലൗകികമായ കർമ്മങ്ങളെ സംബന്ധിച്ച് ഫലം ഉണ്ടാകുന്നതിന് ആഗ്രഹവും കാരണമാണ്. ആഗ്രഹം കൂടി ഉണ്ടായാലേ ഫലമുണ്ടാവും. ആ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് അറിയാം. അലൗകിക കർമ്മം എന്ന് പറയുമ്പോൾ വൈദിക കർമ്മം, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് ആണ് പൂർവ്വമീമാംസ. അവിടെ ഈ വിഷയത്തെക്കുറിച്ച് വളരെ വിശദമായി, ഗഹനമായി ജൈമിനിയും കുമാരലഭട്ടനും പ്രഭാകര ഗുരുവും എല്ലാം വളരെ വിശദമായി എത്രയോ ആചാര്യന്മാർ ചർച്ച ചെയ്തിരിക്കുന്നു. അപ്പോൾ അവരെല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്, അധികാരിയുടെ വിശേഷണമാണ് ചുരുക്കത്തിൽ പറയുന്നത്.
കാമന എന്ന് പറഞ്ഞാൽ കർമ്മം, വൈദികമായ യാഗാദി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവൻ ആ ഫലങ്ങളെ ആഗ്രഹിക്കണം, എന്നാലേ ഫലം ഉണ്ടാകത്തുള്ളൂ. ഇതിനു മുമ്പ് ഇതിനെക്കുറിച്ചൊരു പരാമർശം ഭാഷ്യത്തിൽ വന്നു. ഒരു യാഗം ഒരാൾ അനുഷ്ഠിച്ചു, കാമനയോടുകൂടിയാണ്, പകുതി വഴി വന്നു, അയാളുടെ കാമന നശിച്ചു, പിന്നീട് ആ കർമ്മം അയാൾക്ക് ഫലത്തെ കൊടുക്കുന്നില്ല. അവരുടെ ഒരു വലിയ തത്വമാണ്, വൈദിക കർമ്മങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വലിയ തത്വമാണ്. അപ്പോ ഇതുകൂടി മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ആഗ്രഹത്തെ ത്യജിച്ചിട്ട് കർമ്മം ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്, ആ കർമ്മം ഫലത്തെ കൊടുക്കുന്നില്ല. അപ്പോൾ ഈ പറയുന്ന ഉപദേശിക്കുന്ന ആളുടെ മനസ്സിൽ ലൗകികമായ കർമ്മങ്ങൾ മാത്രമല്ല ഇരിക്കുന്നത്, വൈദികമായ കർമ്മങ്ങളുമുണ്ട്. ലൗകികമായ കർമ്മങ്ങളെ സംബന്ധിച്ച് ആഗ്രഹിക്കാതെ കർമ്മം ചെയ്താലും ഫലമുണ്ടാകും. വൈദികമായ കർമ്മത്തെ സംബന്ധിച്ചാണെങ്കിലോ ആഗ്രഹിക്കാതെ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഫലമേ ഉണ്ടാകത്തില്ല. എന്തുകൊണ്ട്? അവിടെ കർമ്മപൂർത്തി സംഭവിക്കത്തില്ല. കർമ്മം പൂർണ്ണമായാലേ ഫലം കൊടുക്കും. കർമ്മത്തിൽ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ വൈഗുണ്യം വരും. കർമ്മത്തിൽ വൈഗുണ്യം വന്നു കഴിഞ്ഞാൽ ആ കർമ്മം ഫലത്തെ കൊടുക്കത്തില്ല. അതുകൊണ്ട് പറയുന്നു, അതുകൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ആഗ്രഹിക്കാതെ കർമ്മം ചെയ്യുക. അപ്പം നമ്മളിവിടെ പറയുന്ന മനസ്സിന്റെ സമത്വം മാത്രമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി കർമ്മത്തിന്റെ ഫലം എന്താണെന്നുള്ളത് നമ്മൾ വിശദമായി ചർച്ച ചെയ്യും, അതിലേക്ക് കടന്നില്ല. അപ്പോൾ ഈ കർമ്മഫലം പറഞ്ഞല്ലോ, ഈ ലൗകികമായി നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം അത് രണ്ടു തരത്തിലുള്ള മുഖ്യമായ ഫലം, ഗൗണമായ ഫലങ്ങൾ. ഇതിനെക്കുറിച്ചെല്ലാം ഒന്നിപ്പോൾ നമ്മൾ പരാമർശിച്ചിട്ടുള്ളതാണ്. കേൾക്കുന്നവർക്ക് പുതുതായി തോന്നുന്നെങ്കിൽ അത് എന്റെ കുറ്റമല്ല. മുഖ്യഫലം എന്ന് പറയുന്നത് ഏത് കർമ്മത്തിൻ്റെതായാലും മുഖ്യമായ ഫലം, വൈദികമായിക്കൊള്ളട്ടെ ലൗകികമായിക്കൊള്ളട്ടെ, മുഖ്യഫലത്തിന് ഒരിടത്തും ഒരിക്കലും മാറ്റമേ ഇല്ല. മുഖ്യഫലം എന്ന് പറയുന്നത് സുഖം ദുഃഖം, ഇതാണ് ഏത് കർമ്മത്തിന്റെയും, ലൗകികമായിക്കൊള്ളട്ടെ അലൗകികമായിക്കൊള്ളട്ടെ, വൈദികമായിക്കൊള്ളട്ടെ ലൗകികമായിക്കൊള്ളട്ടെ, എല്ലാ കർമ്മങ്ങളുടെയും മുഖ്യമായ ഫലം എന്ന് പറയുന്നത് ഇതാണ്, സുഖം അല്ലെങ്കിൽ ദുഃഖം. അത് കഴിഞ്ഞ് വരുന്ന ഫലം, മുഖ്യം കഴിഞ്ഞാൽ ബാക്കി എല്ലാത്തിനും ഗൗണമെന്ന് പറയും. ഗൗണഫലം, ആ ഗൗണഫലങ്ങളിൽ ഏറ്റവും മുഖ്യമായി വരുന്നത് ഇത് രണ്ടുമാണ് എപ്പോഴും പ്രധാന ചർച്ചയ്ക്ക് വരുന്നത്. ഗൗണഫലങ്ങളിൽ ഏറ്റവും മുഖ്യമായി വരുന്നത് ജന്മം അടുത്ത് വരുന്നു. മാ ഭരേഷു കഥാചന എന്ന് പറയുമ്പോൾ ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ. ജന്മവും സുഖദുഃഖവും, ഇതിനെ രണ്ടിനെയും നമുക്ക് വേണമെങ്കിൽ പറയാം, ഇതാണ് കർമ്മത്തിന്റെ മുഖ്യമായ ഫലങ്ങളെന്ന്. വൈദിക കർമ്മങ്ങളെ സംബന്ധിച്ചിടത്തോളം വൈദിക കർമ്മങ്ങളുടെ ഫലത്തെ അനുഭവിക്കണമെങ്കിൽ ജനിക്കണം, പിന്നെ ജനിച്ച സുഖദുഃഖങ്ങൾ അനുഭവിക്കണം. ലൗകികമായി നമ്മൾ ചെയ്യുന്ന പല കർമ്മങ്ങളും മുഖ്യമായ ഫലത്തെ എന്തായാലും ഉണ്ടാക്കും, പക്ഷെ ജന്മത്തെ നേരിട്ടുണ്ടാക്കുന്നില്ല. പക്ഷെ അതും ജന്മത്തിന് കാരണമായി തീരുന്നു. എന്തുകൊണ്ട്? അത് കർമ്മം എങ്ങനെയാണ് ഫലത്തെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് അറിയുമ്പോൾ അത് മനസ്സിലാക്കും. അത് നമുക്കറിയാം. അതായത് കർമ്മം എന്ന് പറയുന്നത് മാനസികം, വാചികം, കായികമാണ് എന്നായിട്ടാണ് ഇതിനെ മുഖ്യമായി മൂന്നായി തിരിക്കുന്നത്. അങ്ങനെ ചെയ്യുന്ന കർമ്മങ്ങൾ അത് ക്രിയയാണ്, പ്രവൃത്തിയാണ്. അതിനാണ് നമ്മൾ
ആക്ഷൻ എന്ന് പറയുന്നത്. ആ പ്രവൃത്തി നടക്കുമ്പോൾ അത് എവിടെ നടന്നാലും ശരി അതിനൊരു റിയാക്ഷൻ ഉണ്ടാവും. അതാണ് കർമ്മസംസ്കാരം. ഒരു പ്രവൃത്തിക്ക് എന്തിനെങ്കിലും ഒന്ന് അവസാനിപ്പിക്കാതെ പ്രവൃത്തിക്ക് നശിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ പ്രവൃത്തിക്ക് ആക്ഷനും റിയാക്ഷൻ ഉണ്ടെന്ന് നമ്മൾ ഭൗതികശാസ്ത്രത്തിൽ പഠിക്കുന്നു. അതിനാണ് ഇവിടെ ആധ്യാത്മിക ശാസ്ത്രത്തിൽ പറയുന്നു. ഇവിടെ ആക്ഷൻ എന്ന് പറയുന്നു, ഇവിടെ കർമ്മം എന്ന് പറയുന്നു. ഈ കർമ്മങ്ങൾക്ക് ഒരു സംസ്കാരത്തെ ഉണ്ടാക്കാതെ അതിന് നശിക്കാൻ പറ്റത്തില്ല. സംസ്കാരത്തെ ഉണ്ടാക്കിയിട്ട് നശിക്കുന്നു. സംസ്കാരത്തിന്റെ സ്വഭാവം അനുസരിച്ചിട്ടാണ് ഫലം ഉണ്ടാകുന്നത്. ഏത് കർമ്മം ചെയ്തു കഴിഞ്ഞാലും ആ കർമ്മ സംസ്കാരത്തെ ഉണ്ടാക്കുന്നു. ആ സംസ്കാരം തദനുസാരിയായിട്ടുള്ള ഫലത്തെ ഉണ്ടാകും. ഇത് വെറും ശാസ്ത്രത്തിൽ പറയുന്നതാണോ? അല്ല, നമ്മുടെ അനുഭവം തന്നെ. നമ്മുടെ അനുഭവത്തിൽ നിന്ന് അത് നമുക്ക് കാണാം. എന്താണ് അനുഭവം? ഭക്ഷണം കഴിക്കുന്നു, അതൊരു പ്രവൃത്തിയാണ്. ആ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കെന്ത് വരുന്നു? സാധാരണഗതിയിൽ തൃപ്തി ഉണ്ടാകുന്നു. അതാ പ്രവൃത്തിയുടെ ഫലം. അപ്പം ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്ന പ്രവൃത്തിയുടെ ഫലമായിട്ട് തൃപ്തി എന്ന് പറയുന്ന ഫലം ഉണ്ടാകും. തൃപ്തി എന്ന് പറയുന്നത് ആത്യന്തികമായ തൃപ്തി എന്ന് പറയുന്നത് എന്തായി മാറുന്നു? സുഖമായി നമുക്ക് അനുഭവപ്പെടുന്നു. ആ തൃപ്തി, ആ ഭക്ഷണത്തോട് നമുക്ക് മാനസികമായി ഒരു തൃപ്തി ഉണ്ടാവുക. ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ഭക്ഷണം ചെന്നിട്ട് അത് സുഗമമായ രീതിയിൽ അവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാം നടക്കുക. ആ ഭക്ഷണത്തിന്റെ രുചി ഭേദങ്ങളിലെല്ലാം നമ്മുടെ മനസ്സ് അനുകൂലിക്കുക. ഇതെല്ലാം കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരു സന്തോഷം, സുഖം, സംതൃപ്തി. അതാണ് അതിന്റെ മുഖ്യമായ ഫലം, ആ പ്രവൃത്തിയുടെ മുഖ്യമായ ഫലം. അതിന്റെ ഗൗണമായ ഫലങ്ങളാണ് പലത്. നമ്മുടെ ശരീരം നന്നാകുന്നു, മറ്റു പലതരത്തിലുള്ള നമുക്ക് കൂടുതൽ കർമ്മം ചെയ്യാൻ കഴിയുന്നു, മറ്റെന്തെല്ലാം തരത്തിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നു, പ്രവർത്തിക്കാൻ കഴിയുന്നു. ഇതെല്ലാം അതിന്റെ അവാന്തര ഫലങ്ങൾ. അവാന്തര ഫലങ്ങൾ അനന്തമാണ്. ഭക്ഷണം നമ്മുടെ ഉള്ളിൽ ചെന്നിട്ട് നമ്മുടെ നാഡീവ്യവസ്ഥകളിൽ, ദഹന വ്യവസ്ഥയിൽ, ശരീരത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങളിലൊക്കെ ഏതെല്ലാം പ്രവർത്തിക്കുന്നു എന്ന് ശാസ്ത്രജ്ഞന്മാർക്ക് പോലും, ഭൗതിക ശരീരശാസ്ത്രജ്ഞന്മാർക്ക് പോലും നിർണ്ണയിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ അവിടെ നടക്കുന്നു. അതൊക്കെ ഈ കർമ്മത്തിന്റെ അനന്തമായ, ഭക്ഷണം എന്ന് പറയുന്ന ഒരു കർമ്മത്തിന്റെ അനന്തമായ ഭൗതിക ഫലങ്ങളാണ്. ഈ എല്ലാ ഫലങ്ങളുടെയും ആകെത്തുകയായി നമുക്ക് കിട്ടുന്ന എന്താണ്? നമ്മുടെ തൃപ്തി. ഇതെല്ലാം അനുകൂലമായാണ് ആ പ്രവൃത്തി നടക്കുന്നതെങ്കിൽ. പ്രതികൂലമായാണ് നടക്കുന്നതെങ്കിലോ ദഹനക്കേടുണ്ടായി. അങ്ങനെ പോവുകയാണെങ്കിലോ അവിടെ ദുഃഖം, അതും ഭക്ഷണത്തിന്റെ ഫലമായി വരാം. അപ്പൊ ഇതാണ് കർമ്മഫലം എന്ന് പറയുന്നത്. ഒരു ഉദാഹരണത്തിലൂടെ ഇതുപോലെ ഏത് പ്രവർത്തനത്തെ എടുത്തു നോക്കിയാലും മനസ്സിലാകും. കർമ്മയോഗിയെ സംബന്ധിച്ച് കർമ്മയെ സംബന്ധിച്ചുള്ള വ്യത്യാസം ഇവിടെ എന്താണ് വരുന്നത്? കർമ്മിയും ഭക്ഷണം കഴിക്കുന്നു, കർമ്മയോഗിയും ഭക്ഷണം കഴിക്കുന്നു. രണ്ടുപേരും ഒരേ പ്രവൃത്തി ചെയ്യുന്നു. അപ്പോ കർമ്മയോഗത്തെക്കുറിച്ച് ഒരാൾ ചോദിച്ച ചോദ്യമാണ്. കർമ്മയോഗി ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്ക് ഭക്ഷണം ശരിക്കും ചവച്ചരച്ച് കഴിക്കും, ശ്രദ്ധിച്ച് കഴിക്കും. അതാണോ കർമ്മയോഗം? വളരെ ശ്രദ്ധിച്ചിട്ട് ഭക്ഷണം കഴിക്കുക. സാധാരണ കർമ്മം ചെയ്യുമ്പോൾ വളരെ ആവേശത്തിൽ വാരി വലിച്ചു തിന്നു. ഇതാണോ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ഒരാൾ ചോദിച്ചാണ്. ഇതല്ലേ വ്യത്യാസം? ചോദിക്കാൻ കാരണമുണ്ട്. ഒരു കർമ്മയോഗത്തിന്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തതിന് ശേഷം ചോദിച്ചാണ്. വെറുതെ ചോദിച്ചല്ല. അല്ലെങ്കിൽ ഇതൊന്നും ആരോ ചിന്തിക്കാൻ പോകുന്നു. അവിടെ അങ്ങനെ പഠിപ്പിച്ചതെന്ന് പറഞ്ഞു. വളരെ ശ്രദ്ധിച്ച് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് കർമ്മയോഗമാകും. ഭക്ഷണം കഴിക്കുമ്പോൾ ഓരോ ചവയ്ക്കലിനും ശ്രദ്ധിച്ചോണം.
ആ പല്ല് എവിടെയാ കൊള്ളുന്നത്, അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് കർമ്മയോഗമാകുന്നു. അത് മോശമാണെന്ന് പറയുന്നില്ല, നല്ലത് തന്നെയാണ്, ദഹനത്തിന് നല്ലതാണ്. കൂടുതൽ ചവച്ചു കഴിഞ്ഞാൽ ഉമിനീര് ഭക്ഷണമായിട്ട് കൂടുതൽ കലരും, അങ്ങോട്ട് ചെല്ലുന്ന ഭക്ഷണം നല്ലവണ്ണം ദഹിക്കും, ശരീരം നന്നാവും. അതെല്ലാം നല്ലത് തന്നെയാണ്. ചവച്ചരച്ച് ഭക്ഷണം കഴിക്കണമെന്ന് പഠിപ്പിക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ കർമ്മയോഗം അതാണെന്ന് പഠിപ്പിക്കുന്നിടത്ത് സങ്കടമുണ്ട്. കർമ്മയോഗം അതല്ല. കർമ്മയോഗിയും കർമ്മിയും തമ്മിലുള്ള വ്യത്യാസം അതല്ല. അതായത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ പരമാവധി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് കർമ്മയോഗമാകും. അല്ല, ചെയ്യുന്ന പ്രവൃത്തി ശ്രദ്ധിച്ച് ചെയ്യുന്നത് നല്ലത് തന്നെ. കർമ്മയോഗി ചെയ്യുന്ന പ്രവൃത്തി ശ്രദ്ധിച്ച് ചെയ്യണമെങ്കിൽ അത് നല്ലത് തന്നെ. അതിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. ഒരു കർമ്മയോഗി ചെയ്യുന്ന പ്രവൃത്തി വളരെ ശ്രദ്ധിച്ച് ചെയ്യുന്നു, നല്ല കാര്യം തന്നെയാണ്. പക്ഷേ കർമ്മയോഗത്തിന്റെ തത്വം അവിടെയല്ല ഇരിക്കുന്നത്. കർമ്മയോഗത്തിന്റെ തത്വം എന്ന് പറയുന്നത് എവിടെയാണ്? രണ്ടുപേരും ഭക്ഷണം കഴിക്കുന്നു. ആ ഭക്ഷണത്തിന്റെ ഫലം, തൃപ്തി. ഒരു സാധാരണ ഒരു വ്യക്തി ഭക്ഷണം കഴിക്കുമ്പോൾ അയാളുടെ മനസ്സിൽ ആ കർമ്മത്തിന്റെ ഫലമായ തൃപ്തി, ആ തൃപ്തിയെക്കുറിച്ച് അയാളുടെ മനസ്സിലൊരു വലിയ സങ്കല്പമുണ്ട്, ഒരു ദുരാഗ്രഹമുണ്ട്. ആ ദുരാഗ്രഹം മനസ്സ് സൂക്ഷിക്കുന്നു. ആ തൃപ്തി എന്ന് പറയുന്നത് എന്താണ്? ആ ഭക്ഷണത്തിന്റെ സ്വാദ്, ആ ഭക്ഷണത്തിന്റെ മേന്മകള്, അതിനെക്കുറിച്ചെല്ലാം അയാൾ സങ്കല്പിച്ചിട്ട് അയാളുടെ മനസ്സിൽ ആ ഭക്ഷണത്തിന്റെ ഫലത്തെക്കുറിച്ചൊരു ദുരാഗ്രഹം വരും, ആ തൃപ്തിയെക്കുറിച്ച്. ആ ദുരാഗ്രഹം ശരിക്കും പ്രതിഫലിക്കുന്ന ഇവിടെ ഭക്ഷണത്തിലാണ്. ഭക്ഷണത്തിലായിരിക്കും ആ ദുരാഗ്രഹം പ്രതിഫലിക്കുന്നത്. അതുകൊണ്ട് ഒരു സാധാരണ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ആ ഭക്ഷണത്തിന് വേണ്ടി, ആ ഭക്ഷണത്തിനുള്ള ദുരാഗ്രഹം കൊണ്ട് അയാൾ എന്ത് ചെയ്യുന്നു? ആ ഭക്ഷണത്തിന് വേണ്ടി അയാൾ ജീവിക്കുന്നു. അതാണ് സാധാരണ ഒരുവൻ ചെയ്യുന്നത്. അവന്റെ ജീവിതത്തിന്റെ പ്രധാന ലക്ഷ്യം തന്നെ എന്താണ്? നല്ല രുചികരമായ ഭക്ഷണം കഴിക്കുക. ജീവിത ലക്ഷ്യം തന്നെ അതാണ്. അതിനുവേണ്ടി അയാൾ എന്ത് ത്യാഗവും കഷ്ടപ്പാടും സഹിക്കുന്നു. അയാളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ചിന്തയില്ല. മൃഗസമാനമായിട്ട്, മൃഗങ്ങളെക്കുറിച്ച് അങ്ങനെയാണ് പറയുന്നത്. അതിന് ഒരൊറ്റ ചിന്തയുള്ളൂ, എങ്ങനെയും വയറ് നിറയ്ക്കും. അപ്പോൾ ആ ഭക്ഷണം ഇവന് കുറച്ചുകൂടെ ചിന്തയുണ്ട്. എന്താണ്? അത് ഏറ്റവും സ്വാദിഷ്ടമായിരിക്കുക, ആ ഭക്ഷണം എങ്ങനെയും സമ്പാദിക്കുക. ആ രീതിയിൽ പോകും ചിന്ത. ഇതാണ് സാധാരണ ഒരുവന്റെ ആ പ്രവൃത്തിയോടുള്ള മനോഭാവം. എന്നുവെച്ചാൽ ആ പ്രവൃത്തിയിൽ അയാളെ പ്രേരിപ്പിക്കുന്ന, അയാളുടെ ഉള്ളിലിരിക്കുന്ന ദുരാഗ്രഹമാണ്. ഒരു കർമ്മയോഗിയെ സംബന്ധിച്ചാണെങ്കിലോ ഈ ഒരു ഉദാഹരണം വെച്ച് തന്നെ ചിന്തിച്ചു കഴിഞ്ഞാൽ, അയാളും ഭക്ഷണം കഴിക്കുന്നുണ്ട്. പക്ഷെ അയാളുടെ മനസ്സിൽ ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. അയാൾ ശ്രദ്ധിച്ച് കഴിക്കുന്നു, അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ കഴിക്കുന്നു, അല്ലെങ്കിൽ രുചിയുള്ള ഭക്ഷണം കഴിക്കുന്നു, രുചിയില്ലാത്ത ഭക്ഷണം കഴിക്കുന്നു. അതൊന്നുമല്ല അവിടുത്തെ മുഖ്യമായ കാര്യങ്ങൾ. അയാളെ സംബന്ധിച്ചിടത്തോളം ആ ഭക്ഷണത്തിൽ നിന്നും ഉണ്ടാകുന്ന സുഖാനുഭവത്തിലും ആർത്തിയില്ല മനസ്സിൽ. ഇത്രയുള്ളൂ വ്യത്യാസം. ആർത്തിയില്ല, അതുകൊണ്ട് അയാൾ ആർത്തനുമല്ല. ആർത്തിയും ആർത്തനും രണ്ടാണ്. ആർത്തി ഉള്ളവൻ ആർത്തൻ. ആർത്തി എന്ന് വെച്ചാൽ ദുരാഗ്രഹം, ആർത്തൻ എന്ന് വെച്ചാൽ ദുഃഖിതൻ. അപ്പൊ അയാൾ ആർത്തിയില്ല, അതുകൊണ്ട് അയാൾ ആർത്തനുമാകുന്നില്ല. ഭക്ഷണത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അയാൾ ആർത്തനാകുന്നില്ല. ആർത്തി ദുരാഗ്രഹം ഉണ്ടെങ്കിൽ എന്തുവരും? ഈ പറയുന്ന സാധാരണ അവൻ ആഗ്രഹിക്കുന്ന ഭക്ഷണം കിട്ടാതെ വന്നു കഴിഞ്ഞാൽ ദുഃഖം വരും. കഴിക്കുന്ന ഭക്ഷണം ശരിക്കും ദഹിച്ചില്ലെങ്കിൽ
ദുഃഖം വരും. ദഹിച്ചു പോയാൽ അയ്യോ അത് കഴിഞ്ഞു പോയല്ലോ എന്നുള്ള ദുഃഖം വരും. ഇങ്ങനെ ഇതിൽ ഏത് കാര്യവും ദുഃഖത്തെ ഉണ്ടാക്കാം. അയാൾ അതിനെക്കുറിച്ച് തന്നെ വളരെ സമയം ചിന്തിക്കുന്നു. ഭക്ഷണകാര്യത്തെക്കുറിച്ച് തന്നെ ചിന്തിക്കേണ്ടി വരുന്നു നാനാതരത്തിൽ. അപ്പോ അയാളെ ആർത്തനാക്കുന്നു. ഭക്ഷണ സംബന്ധമായ ദുഃഖങ്ങളിൽ അയാൾ കുളിച്ചാടിക്കുന്നു. അപ്പോ യോഗിയാണെങ്കിലോ അയാളും ഭക്ഷണം കഴിക്കുന്നുണ്ട്. പക്ഷേ അതിനോട് അയാൾക്ക് ആർത്തിയില്ലാത്തതുകൊണ്ട് ആ പ്രവൃത്തി അയാൾ ഒരിക്കലും ആർത്തനാക്കുന്നില്ല. അയാളുടെ മനസ്സിന്റെ സമത്വത്തെ നഷ്ടപ്പെടുത്താൻ ഈ പ്രവൃത്തി ഒരിക്കലും കാരണമാകുന്നില്ല. അയാൾക്ക് ചിലപ്പോൾ നല്ല ഭക്ഷണം കിട്ടിയെന്ന് വരാം, അത് നല്ലത് കഴിക്കും. ചിലപ്പോൾ മോശമായ ഭക്ഷണമാണ് കഴിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അത് കഴിക്കേണ്ടി വരും. അതിനെക്കുറിച്ച് അതിനയാൾ നിന്ദിക്കുന്നില്ല, നല്ലതിനെ അഭിനന്ദിക്കുന്നില്ല. പ്രാപ്തമായത് കഴിക്കാവുന്ന രീതിയിൽ അയാൾ കഴിക്കുന്നു. അതായത് അതിൽ ഏതെല്ലാം ഘടകങ്ങളാണോ ഒരു സാമാന്യ വ്യക്തിയെ അസ്വസ്ഥനാക്കുന്ന അത്തരം ഒരു ഘടകങ്ങളും ഒരു കർമ്മയോഗിയെ അസ്വസ്ഥനാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അയാളിൽ കാരണം ഒന്നുകൊണ്ട് അതിനെ സംബന്ധിച്ചുള്ള ആർത്തി അയാളുടെ മനസ്സിലില്ലാത്തതുകൊണ്ട്. ആ ഭക്ഷണത്തെ സംബന്ധിച്ചുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും അയാളെ എന്ത് ചെയ്യുന്നു? അയാളുടെ സമചിത്തതയെ ഭഞ്ജിക്കുന്നില്ല. അപ്പോ കർമ്മയോഗം അഭ്യസിക്കുന്നവരുവനാണെങ്കിലോ അവൻ മനസ്സിലാക്കുന്നു ഈ പ്രവൃത്തിയല്ല വാസ്തവത്തിൽ, ഭക്ഷണമല്ല വാസ്തവത്തിൽ തനിക്ക് ദ്രോഹം ചെയ്യുന്നത്. ഭക്ഷണം കഴിക്കാമെന്ന് പറയുന്നത് പ്രവൃത്തിയല്ല എനിക്ക് ദ്രോഹം ചെയ്തു, പക്ഷേ ഇതിനെയെല്ലാം സംബന്ധിച്ച് തന്റെ മനസ്സിലുണ്ടായിരുന്ന ആർത്തിയാണ്, അതാണ് തനിക്ക് ദോഷം ചെയ്യുന്നത്, തന്നെ സുഖത്തിലേക്കും ദുഃഖത്തിലേക്കും കൊണ്ട് ചാടിക്കുന്നത്. അവിടെ ഒരു ചോദ്യം വരും, കർമ്മയോഗിക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ തൃപ്തി ഉണ്ടാകത്തില്ലേ? കർമ്മയോഗിക്ക് ദഹനക്കേടുന്ന ദുഃഖം ഉണ്ടാകത്തില്ലേ? അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. ഉണ്ടാകും. അതെല്ലാം ഉണ്ടാവും. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ തൃപ്തി തന്നെ ഉണ്ടാകും. പക്ഷെ ആ തൃപ്തി എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ദുരാഗ്രഹത്തിന്റെ പൂർത്തി, അതിൽ നിന്നുണ്ടാകുന്ന തൃപ്തിയല്ല, മറിച്ച് ഭക്ഷണം എന്ന് പറയുന്ന ആ പ്രവൃത്തി നിന്ന് സഹജമായി ഉണ്ടായ ഫലമാണ്, അന്ധക്കരണ പരിണാമമാണ്. സുഖമായാലും ശരി ദുഃഖമായാലും ശരി, അതിന് ആഗ്രഹം കാരണമല്ല. ആഗ്രഹം കാരണമായി വരുമ്പോഴാണ് ആ സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും എല്ലാം സ്വഭാവത്തിന് വ്യത്യാസം വരുന്നത്. തീവ്രം, തീവ്രതരം, തീവ്രതമമായി പോകുന്നു. അത്തരം അവസ്ഥാന്തരങ്ങൾ സുഖദുഃഖങ്ങൾക്ക് കർമ്മയോഗിയിൽ ഉണ്ടാകുന്നില്ല. അവശ്യം ഭാവിയായ ഫലം ഉണ്ടാകും, അതവിടെ നിൽക്കും, അതിന് മുമ്പോട്ടും പിന്നോട്ടും പോകത്തില്ല. അത്രയും ആകാം, അത്രയും ആയേ തീരൂ, കാരണം അത് ഈശ്വരന്റെ നിയമമാണ്. പ്രവൃത്തിക്ക് ഫലം ഉണ്ടായേ തീരും. അതൊഴിവാക്കാൻ അല്ല ഇവിടെ ആവശ്യപ്പെടുന്നത്. മാ കർമ്മഫലഹേതൃഭൂ എന്ന് പറയുന്നിടത്ത് കർമ്മഫലത്തിന് കാരണമാകരുതെന്ന് പറയുന്നത് വളരെ വിശാലമായൊരർത്ഥത്തിലാണ്. ഒരു സാധാരണ മനുഷ്യൻ ഭക്ഷണം കഴിക്കുമ്പോൾ അയാളിനും ആ കർമ്മഫലം ഉണ്ടാകുന്നു, അത് അനന്തമായ ഫലത്തെ ഉണ്ടാക്കുന്നു, സുഖദുഃഖാദി പരമ്പരയെ ഉണ്ടാക്കുന്നു. അതിനെല്ലാം അയാൾ കാരണക്കാരനായിത്തീരുന്നു. എന്തുകൊണ്ട്? അയാളിലുണ്ടായിരുന്ന ആർത്തിയാണ് സുഖ പരമ്പരയെ ദുഃഖ പരമ്പരയെ സൃഷ്ടിച്ചത്. കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്? കർമ്മത്തിന്റെ നിയമമനുസരിച്ച് കർമ്മമേ ഫലം ഉണ്ടാക്കിയുള്ളൂ, കർമ്മയോഗി അവിടെ ഫലം ഉണ്ടാക്കില്ല. അതാണ് അവിടെ സുഖ പരമ്പര ദുഃഖ പരമ്പര ഉണ്ടാകാത്തത്. കർമ്മത്തിന്റെ അവശ്യം ഭാവിയായ ഫലം ഉണ്ടാക്കിയത് കർമ്മയോഗിയല്ല, കർമ്മമാണ്, കർമ്മത്തിന്റെ സ്വഭാവമാണ്, അന്ധകരണത്തിന്റെ വിശേഷതയാണ്, അതങ്ങനെ പരിണമിക്കും. അപ്പൊ കർമ്മയോഗി അക്കാര്യത്തിൽ നിശ്ചിന്തനാണ്. ആ ഫലങ്ങളെക്കുറിച്ച്
കർമ്മയോഗിക്ക് ആശങ്കകളില്ല, ഉത്കണ്ഠയില്ല, മനസ്സിന് വ്യാകുലതയില്ല. മറുഭാഗത്ത് ഇതെല്ലാം ഉണ്ട്. അതുകൊണ്ട് കർമ്മയോഗി ഒരിക്കലും കർമ്മഫലത്തിന് കാരണക്കാരനാകുന്നില്ല. കർമ്മി എന്ത് ചെയ്യുന്നു? കർമ്മഫലത്തിന് കാരണക്കാരനാകുന്നു. ഇങ്ങനെ നിരവധി കർമ്മഫലങ്ങളെ സംബന്ധിച്ചും നിരവധി കർമ്മികളെക്കുറിച്ചും നമുക്ക് ഇത്തരം ഉദാഹരണങ്ങളിലൂടെ സ്വാനുഭവത്തെ മുൻനിർത്തി ചിന്തിച്ചു നോക്കണം. മറ്റുള്ളവരുടെ കർമ്മത്തെക്കുറിച്ചും മറ്റുള്ളവരുടെ കർമ്മഫലങ്ങളെക്കുറിച്ചും ഒന്നും ചിന്തിക്കാൻ പോകണം. അവനവന്റെ അനുഭവത്തെ മുൻനിർത്തി എങ്ങനെ കർമ്മം തന്നിൽ വരുന്നു, എങ്ങനെയാണ് ഈ കർമ്മം ഫലത്തെ ഉണ്ടാക്കുന്നത്, ആ കർമ്മഫലത്തിന് എന്തൊക്കെയാണ് കാരണങ്ങൾ എന്ന് സ്വാനുഭവത്തെ മുൻനിർത്തി ചിന്തിക്കണം. ആ അനുഭവത്തെ മുൻനിർത്തി ചിന്തിച്ചാണ് ശാസ്ത്രങ്ങളിൽ ഋഷിമാരിതൊക്കെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഈ ശാസ്ത്രം പഠിക്കാതെ ഒരാൾക്ക് മനസ്സിലാവും. പല ഗുരുക്കന്മാരും അങ്ങനെയാണ് ഇത് മനസ്സിലാക്കുന്നത്. ശാസ്ത്രം പഠിച്ചിട്ട് അവരവരുടെ അനുഭവത്തെ ചിന്തിക്കുന്നു. നമ്മുടെ അനുഭവം തന്നെ എന്താണ് നമുക്ക് പലപ്പോഴും വെളിവാകുന്നു. അത് തലയ്ക്ക് വെളിവുള്ളവർക്ക് അത് വെളിവാകും. അവർക്ക് പിന്നെ ശാസ്ത്രത്തിന്റെ ഒന്നും ആവശ്യമില്ല. അവരാണ് നമ്മൾ മഹാത്മാക്കളെന്ന് പറയുന്നത്. അത് കഴിയാത്തതുകൊണ്ടാണ് പിന്നെ നമ്മൾ ശാസ്ത്രത്തെ അവലംബിക്കുന്നത്. നമുക്ക് കഴിയാത്തതുകൊണ്ട്, അത്തരം ഒരു തിരിച്ചറിവ് ഉള്ളിലില്ലാത്തതുകൊണ്ട്. ഉള്ളിൽ തിരിച്ചറിവുള്ളവന് പിന്നെ ശാസ്ത്രത്തെ അവലംബിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് നമ്മുടെ സ്വന്തം നിലയ്ക്ക് ചിന്തിച്ചു നോക്കിയാൽ മതി. കർമ്മത്തെക്കുറിച്ചും കർമ്മഫലത്തെക്കുറിച്ചും ഒരാൾ നമ്മളെ പഠിപ്പിച്ചു, ഒരാൾ നമുക്കൊരു പുതിയ ആശയം തന്നു, ഒരാൾ നമ്മളെ തലയ്ക്ക് വെളിവുണ്ടാക്കി തന്നു എന്നൊന്നും കരുതണ്ട. അവനവന്റെ തലയ്ക്ക് വെളിവുണ്ടാക്കേണ്ടത് അവനവൻ തന്നെയാണ്. വേറെ ആർക്കും ഇതുണ്ടാക്കാനൊന്നും പറ്റത്തില്ല. അവനവന്റെ തലയ്ക്കകത്ത് ടോർച്ചടിക്കാൻ വേറൊരാൾ വിചാരിച്ചാൽ പറ്റത്തില്ല. പുറത്തെ അടിക്കാൻ പറ്റും. അപ്പോൾ അത് അവരവരുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകും. അവനവന്റെ അനുഭവത്തെ മുൻനിർത്തി ചിന്തിക്കണം. ചിന്തിക്കുമ്പോൾ ഈ പറയുന്ന കർമ്മത്തിലുള്ള അധികാരം എന്താണ്, ഫലത്തിൽ അധികാരം വരാത്ത എന്താണ്, എങ്ങനെയാണെന്നുള്ളത് സ്വയം ചിന്തിക്കുമ്പോൾ, അങ്ങനെ സ്വയം ചിന്തിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ ഇതൊക്കെ സ്വാനുഭവമായിട്ട് മാറത്തുള്ളൂ. അനുഭവത്തിന്റെ തലത്തിലേക്ക് വരത്തില്ല. പുസ്തകജ്ഞാനം, മസ്തകജ്ഞാനം, ഇങ്ങനെ പലതരത്തിൽ ജ്ഞാനങ്ങൾ പോകത്തേ ഉള്ളൂ. സ്വന്തം അനുഭവതലത്തിലേക്ക് വരണമെങ്കിൽ സ്വന്തം അനുഭവത്തെ മുൻനിർത്തി ചിന്തിക്കാൻ മെനപ്പെടണം. ഞങ്ങൾ കർമ്മയോഗികളാണ്, ഞങ്ങൾക്ക് ചിന്തിക്കാൻ സമയമില്ലെന്ന് പറയും. പിന്നെ ഒന്നും പറയാനില്ല. ചിന്തിക്കാൻ സമയമുണ്ടെങ്കിൽ ഇത് സ്വന്തം അനുഭവത്തെ മുൻനിർത്തി നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ഈ പറയുന്ന കാര്യങ്ങൾ സ്വാനുഭവത്തിൽ തന്നെ വരും. ഇതൊക്കെ ശരിയാണെന്ന് സ്വയം ബോധ്യപ്പെടും. അങ്ങനെ സ്വന്തം അന്തരാത്മാവിൽ ഇത് ബോധ്യപ്പെട്ടാലേ ഇതുകൊണ്ട് പ്രയോജനം വരത്തുള്ളൂ. അല്ലെങ്കിൽ കർമ്മയോഗം എന്ന് പറയുന്നത് നമുക്കൊരു പാഠപുസ്തകമായിട്ടിരിക്കുകയെന്ന്, പഠിച്ച പുസ്തകം അല്ലെങ്കിൽ ഇനി പഠിക്കാനുള്ള പുസ്തകമായിട്ടിരിക്കും. കുറെ പഠിച്ച പുസ്തകം കാണും, കുറെ പഠിക്കാനുള്ള പുസ്തകമായിട്ട് ഇരിക്കും. വ്യക്തി ജീവിതത്തിന് ഗുണം ചെയ്യത്തില്ല എന്നർത്ഥം. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കുക. ശരി, ഇനി ശ്ലോകത്തിലേക്ക് നോക്കാം. കർമ്മണ്യേവാധികാരസ്ഥേ മാ ഫലേഷു കദാചന മാ കർമ്മഫലഹേതുർഭൂ മാ തേ സംഗോസ്ത്വകർമ്മണി. പൂർണ്ണമിദം പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി.